ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 10th ചാപ്റ്ററായ വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത്. എന്താണ് സ്കൈയിലുള്ള വിസ്മയങ്ങളും അതുപോലെ ആകാശത്തുള്ള വിസ്മയങ്ങളും അതുപോലെ എന്താണ് എർത്തിലുള്ള ഭൂമിയിലുള്ള വിശേഷങ്ങളാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദെൻ Didn't you enjoy the night view of the sky during your trip to Piri's village? Listen to Appu's description after the trip. എന്താണ് നമ്മൾ പീരിയുടെ ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ രാത്രിയിലെ ആകാശ കാഴ്ചകൾ നിങ്ങൾ ആസ്വദിച്ചില്ലേ? യാത്രയ്ക്ക് ശേഷം അപ്പു എഴുതിയ ആ വിവരണം ഒന്ന് ശ്രദ്ധിക്കൂ. എന്താണ്? ഹൗ ബ്യൂട്ടിഫുൾ ദ സ്കൈ ഈസ് അണ്ടർ ദ മൂൺസ് റേഡിയന്റ് ഗ്ലോ. Thousands of stars glitter like pearl in the night. Peely gazing at a luminous celestial sphere said, "It is a planet." As we watched in amazement, Vicky shouted, "That is a Venus." Then Venu asked, "Do you know why Venus shines so brightly even though it's a planet?" Everyone looked at Ninu out of his curiosity, and then the mystery of the miraculous sight in the sky began to unfold. എന്താണ് ഇവിടെ പറയുന്നത്? നിലാവുള്ള രാത്രിയിൽ അല്ലേ, നിലാവ് പൊയിച്ചു നിൽക്കുന്ന ഈ ചന്ദ്രൻ്റെ മനോഹാരിതയിൽ, മൂണ്ട മനോഹാരിതയിൽ എന്താണ് ആകാശം എത്ര സുന്ദരമാണ്. മുത്തുകൾ വാരി വിതറിയതുപോലെ അനേകായിരം നക്ഷത്രങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നു. അവയ്ക്കൊപ്പം തിളങ്ങി നിൽക്കുന്ന ഒരു ആകാശഗോളത്തെ നോക്കി പീലി പറഞ്ഞു, "അതൊരു ഗ്രഹമാണ്." അത്ഭുതത്തോടെ, അതൊരു പ്ലാനറ്റാന്നാ പറഞ്ഞല്ലേ. അത്ഭുതത്തോടെ നോക്കി നിന്ന് ഞങ്ങളോട് വിക്കി വിളിച്ചു പറഞ്ഞു, "അതാണെന്ത്? വീനസ്." അപ്പോൾ നീന് ചോദിച്ചു, "എന്താണ് പ്ലാനറ്റ് ആയിട്ട് കൂടി എന്താ വീനസ് ഇങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. എല്ലാവരും അത്ഭുതത്തോടും കൗതുകത്തോടും കൂടി എന്താക്കി നീനുവിനെ നോക്കിയില്ലേ. പിന്നീട് അങ്ങോട്ട് ആകാശത്തിലെ അത്ഭുത കാഴ്ചകളുടെ ഒരു കെട്ടഴുകിയായിരുന്നു അല്ലേ, അൺഫോൾഡ് ചെയ്യായിരുന്നു അല്ലേ. നോക്കൂ, ഇവിടെ മൂണിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് എന്താണ് ഒരു വലിയൊരു പ്ലാനറ്റ് സ്റ്റാർ ആണിതിൽ, അത് സോറി വീനസ് ആണിത് അല്ലേ. ഒരു സ്റ്റാർ പോലെ വലിയ സ്റ്റാറായി കാണുന്നില്ലേ, അതെന്താണ് വീനസ് ആണ് അല്ലേ. അപ്പോൾ വീനസ് എന്താണ് രാത്രിയിലെ കാഴ്ചകൾ കണ്ടത് ഇവന് എഴുതിയതാണ് അല്ലേ. Doesn't everyone love the view of the sky at night? എല്ലാവർക്കും ഇഷ്ടമല്ലേ രാത്രിയിലെ ആകാശ കാഴ്ചകൾ? Why is the beautiful view of the sky at night not visible to us during daytime? Write down the reason. എന്താണ് രാത്രിയിലെ മനോഹരമായ ആ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്ത എന്തുകൊണ്ടാ? കാരണങ്ങളൊന്ന് എഴുതി നോക്കൂ. നമുക്ക് എന്താണ് പകല് സണ്ണിന്റെ ലൈറ്റ് ഉണ്ടാവും അല്ലേ. അപ്പൊ സണ്ണിന്റെ ലൈറ്റിനോട് എന്താണ് നമുക്ക് ആകാശത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. രാത്രിയിലാവുമ്പോൾ എന്താണ് നമുക്ക് സൺലൈറ്റ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ എന്താണ് ആകാശത്തുള്ള കാഴ്ചകളൊക്കെ എന്താണ് നമുക്ക് കാണാൻ കഴിയില്ല. വെളിച്ചം ഉണ്ടാവുമ്പോൾ നമുക്ക് കാണില്ല. വെളിച്ചം ഇല്ലെങ്കിലാണ് എന്ത് മുകളിലേക്ക് നോക്കിയാൽ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നത്. Have you understood that the presence of the sun is the reason for this? The sun is a star. The sun is also the closest star to the earth. There are many other stars which are bigger than the sun. നോക്കൂ, സൂര്യന്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലായില്ലേ. സണ്ണ് ഒരു സ്റ്റാർ ആണ് അല്ലേ. നമ്മൾ എർത്തിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റാർ എന്താണ്? സണ്ണാണ് അല്ലേ. അപ്പൊ സൂര്യനേക്കാൾ വലിപ്പമുള്ള മറ്റനേകം സ്റ്റാർസും ഉണ്ട് അല്ലേ. സണ്ണിന്റെ ഏറ്റവും വലിയ മറ്റനേകം സ്റ്റാർസുകൾ ഉണ്ട് അല്ലേ. Don't the stars look so small from this earth? Why? എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി നമുക്ക് കാണുന്നില്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് മേലോട്ടേക്ക് നോക്കുമ്പോൾ സ്റ്റാർസൊക്കെ ചെറിയ ഇങ്ങനെ കാണുന്നില്ല, ചെറുതാ കാണുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? സ്റ്റാർസ് അപ്പിയർ സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം ദ എർത്ത്. എന്താ കാരണം? ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ഈ സ്റ്റാറുകളൊക്കെ ചെറുതായി കാണപ്പെടുന്നത്. സ്റ്റാർസ് ആർ giant celestial bodies that are luminescent. They emit large amount of heat and light. Galaxies are clusters of billions of stars. എന്താണ് നക്ഷത്രങ്ങൾ നമുക്ക് ചെറുതായി കാണുന്നത് എന്താ? ദൂരെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ. സ്വയം കത്തുന്ന വലിയൊരു ആകാശഗോളങ്ങളാണെന്ത് ഈ സ്റ്റാർസ് എന്ന് പറയുന്നത് അല്ലേ. സ്വയം കത്തുന്നതാണെന്ത് ഈ സ്റ്റാറുകളൊക്കെ അല്ലേ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും അതുപോലെ ഹീറ്റും ലൈറ്റും ഒക്കെ പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലേ. വലിയ അളവിൽ ലാർജ് എമൗണ്ടിൽ ഹീറ്റും ലൈറ്റും ഒക്കെ എന്താക്കുന്നുണ്ട്? അത് പുറത്തേക്ക് വിടുന്നുണ്ട്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു
ബില്യൺസ് ഓഫ് സ്റ്റാർസ് അല്ലേ ഇതിൻ്റെ ക്ലസ്റ്ററാണ് എന്ത് ഗാലക്സി എന്ന് പറയുന്നത്. ഒരു കൂട്ടങ്ങളാണ്, അതായത് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് എന്ത് ഈ ഗാലക്സി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ഒരുപാട് അല്ലേ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു നക്ഷത്ര കൂട്ടങ്ങളാണ് എന്ത് ഈ ഗാലക്സി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് ഗാലക്സി, കണ്ടില്ലേ ചിത്രത്തിൽ ഇത്. വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ? ഈ നക്ഷത്രങ്ങൾ മിന്നുന്ന എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടുന്ന് രാത്രി നമ്മൾ മേലോട്ട് ആകാശത്തേക്ക് നോക്കിയാൽ എന്താ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ലൈറ്റ് എമിറ്റഡ് ഫ്രം ദ സ്റ്റാർസ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ ഈസ് കോൺസിക്വന്റ്ലി ഡിഫ്ലക്റ്റഡ് ആസ് ഇറ്റ് പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. Therefore the stars seem to twinkle when we look at them from the earth. എന്താ? നക്ഷത്രങ്ങളിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന പ്രകാശം എന്താണ്? നമ്മളെ അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുന്നുണ്ട് അല്ലേ? അപ്പം നിരന്തരമായ എന്താണ് നമ്മളെ ആ സൈറ്റിന് the stars reflected the stars seem twinkle when we look them ഫ്രം ദ എർത്ത് അല്ലേ? എന്താണ്? നക്ഷത്രങ്ങളിൽ നിന്ന് എന്താ സ്ട്രെയിറ്റ് ലൈനിലാണ് എന്ത് ആ പ്രകാശം നമുക്ക് അറ്റ്മോസ്ഫിയറിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ആ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഈ സ്റ്റാർസുകളൊക്കെ മിന്നുന്നതായി തോന്നുന്നു കേട്ടോ. അറ്റ്മോസ്ഫിയറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ് അത് കോൺസ്റ്റന്റ്ലി ഡിഫ്ലക്റ്റഡ് ആയിട്ട്, അതായത് ദിശാ വ്യതിയാനത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് വിധേയമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നു. ശരിക്കും നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് കണ്ണിനോട് അങ്ങനെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത് അല്ലേ? ഡ്രോ പിക്ചർ ഷോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ അറ്റ് ദ ടൈം ഓഫ് സൺറൈസ് ഓർ സൺസെറ്റ്. സൂര്യ ഉദിക്കുന്ന സമയത്തെയോ അസ്തമിക്കുന്ന സമയത്തെയോ ഒരു പ്രകൃതി ഭംഗി വ്യക്തമാക്കുന്ന ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വരയ്ക്കുക കേട്ടോ. സം സെലഷ്യൽ ബോഡീസ് റിവോൾവ് അറൌണ്ട് ദ സൺ. സൂര്യനെ കേന്ദ്രമാക്കി എന്താണ് സൂര്യനെ, അതായത് സണ്ണിന് ചുറ്റും എന്താക്കുന്നുണ്ട്? ചില സെലഷ്യൽ ബോഡീസ് ചുറ്റിക്കറങ്ങുന്നുണ്ട് അല്ലേ? അതുപോലെ സണ്ണും. ഒബ്സർവ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദി സെലഷ്യൽ ബോഡീസ്. അപ്പം ഈ സണ്ണും ഈ ആഘോഷഗോളങ്ങളും ഉൾപ്പെടുന്ന ഒരു ചിത്രം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, കണ്ടോ? സൺ, പിന്നെ മെർക്കുറി, വീനസ്, എർത്ത്, പിന്നെ ഇവിടെ ഒരു 3 കിടക്കുന്നുണ്ട് അല്ലേ? പിന്നെ മാർസ്, ആസ്ട്രോയിഡ്, പിന്നെന്താണ് ഇവിടെ നോക്കൂ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഡ്വാർഫ് പ്ലാനറ്റ്, കൊമറ്റ്സ്, ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അപ്പാർട്ട് ഫ്രം ദ സൺ വിച്ച് ആർ ദ അതർ സെലഷ്യൽ ബോഡീസ് ദർ ഇൻ ദ പിക്ചർ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ? എന്താണ് ചിത്രത്തിൽ സൂര്യനെ കൂടാതെ മറ്റേതെല്ലാം ആകാശഗോളങ്ങളെ കാണുന്നത് സണ്ണ് മാത്രമുള്ളത് അല്ല, ഒരുപാട് എന്താണ് സെലഷ്യൽ ബോഡീസ് ഉണ്ട് അല്ലേ? ദ എർത്ത് ഈസ് എ പ്ലാനറ്റ്. അപ്പോൾ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലാനറ്റ് ആണ് കേട്ടോ. എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനറ്റ് ആണ്, അല്ല സ്റ്റാർ അല്ല. എർത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാനറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എർത്ത് മാത്രമാണോ പ്ലാനറ്റ്? പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനറ്റ് ആർ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് ആൻഡ് റിവോൾവ് അറൌണ്ട് ദ സൺ. അപ്പോൾ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ റിവോൾവ് ചെയ്യും, വലം വെക്കുകയും ചെയ്യുന്ന വലിയ സെലഷ്യൽ ബോഡീസ് ആണ് എന്ത്? ഗ്രഹങ്ങൾ. വലിയ എന്നല്ല, വലുതന്നെയാണ്. സ്വയം കറങ്ങുകയും സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന സെലഷ്യൽ ബോഡീസ് ആണ് എന്ത്? പ്ലാനറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്ലാനറ്റ് ആർ സെലഷ്യൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ്, സ്വയം കറങ്ങുകയും ആൻഡ് റിവോൾവ് അറൌണ്ട് ദ സൺ, സണ്ണിനെ ചുറ്റുകയും ചെയ്യുന്നതാണ് എന്ത്? ചെയ്യുന്ന സെലഷ്യൽ ബോഡീസ് ആണ് പ്ലാനറ്റ്. ദേ കനോട്ട് എമിറ്റ് ഹീറ്റ് ഓർ ലൈറ്റ് ബൈ ദംസെൽസ്. പിന്നെന്താണ്? സ്റ്റാർ ആണെങ്കിൽ ഹീറ്റും ലൈറ്റൊക്കെ എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷേ പ്ലാനറ്റിന് എന്താണ്? ഹീറ്റും ലൈറ്റും ഒന്നും എന്താക്കുന്നില്ല, അപ്പോൾ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല അല്ലേ? അവർക്ക് ഹീറ്റും ലൈറ്റ് ഒന്നും സ്വയം ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ പ്ലാനറ്റ്സ് ഗെറ്റ് ദെയർ ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. അപ്പോൾ പ്ലാനറ്റിന് എവിടുന്നാണ് ഹീറ്റും ലൈറ്റൊക്കെ കിട്ടുന്നത്? സണ്ണിൽ നിന്നാണ് കേട്ടോ. ചെക്ക് ഔട്ട് ദ ലിസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് പ്ലാനറ്റ് റിവോൾവ് അറൌണ്ട് ദ സൺ ആൻഡ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ഓഫ് ദം. അപ്പം നോക്കിയാൽ എന്താ ഇവിടെ പറയുന്നത്? അപ്പോൾ നമുക്ക് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം കറങ്ങുകയും സ്വയം റൊട്ടേറ്റ് ചെയ്യുകയും അതുപോലെ സണ്ണിനെ റിവോൾവ് ചെയ്യുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന സെലഷ്യൽ ബോഡീസ് ആണ് എന്ത്? പ്ലാനറ്റ്. പ്ലാനറ്റിന്റെ പ്രത്യേകത എന്താണ്? ചൂടോ ഹീറ്റോ ലൈറ്റോ എന്താണ്? സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല അല്ലെ? സൂര്യനിൽ നിന്നാണ് എന്ത്? ഈ പ്ലാനറ്റിന് ചൂടും ഹീറ്റും ലൈറ്റും ഒക്കെ കിട്ടുന്നത്. സൂര്യനെ വലം വയ്ക്കുന്ന പ്ലാനറ്റ് ഏതെല്ലാമെന്നും അവ ഓരോന്നിനെയും പ്രത്യേകതകൾ എന്തെല്ലാമെന്നും നമുക്ക് എന്താക്കുക ഇത് നോക്കി മനസ്സിലാക്കാം, ടേബിൾ നോക്കി മനസ്സിലാക്കാം.
നോക്കൂ പ്ലാനറ്റ് മെർക്കുറി ഉണ്ട് അല്ലേ. നമുക്ക് പ്ലാനറ്റ് ഏതൊക്കെയുള്ളത് നോക്കൂ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം മെർക്കുറി എന്താണ്? സണ്ണിന്റെ അടുത്തുള്ളതാണ് അല്ലേ മെർക്കുറി. നോക്കൂ ചിത്രത്തിൽ നോക്കൂ, സണ്ണിന്റെ അടുത്തുള്ളതാണ് എന്ത്? മെർക്കുറി. അത് കഴിഞ്ഞാൽ പിന്നെ വീനസ് ആണ് അല്ലേ. അത് കഴിഞ്ഞാൽ എന്താണ്? 3ാമത്തെ സ്ഥാനം എർത്തിനാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? മാർസിനാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ജൂപ്പിറ്റർ. ഇതിങ്ങനെ വലം വെക്കുന്നതാണ് അല്ലേ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ? ജൂപ്പിറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് സാറ്റേൺ, അത് കഴിഞ്ഞിട്ട് ഏതാണ്? നെപ്റ്റ്യൂൺ, യുറാനസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നെപ്റ്റ്യൂൺ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? ഈ സണ്ണിനെ വലം വെക്കുന്ന പ്ലാനറ്റ്സുകൾ അല്ലേ. അപ്പം മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ഇതൊക്കെയാണ് അല്ലേ ഈ പ്ലാനറ്റുകൾ. സൂര്യനെ റിവോൾവ് ചെയ്യുന്ന പ്ലാനറ്റുകൾ ഇതൊക്കെയാണ് അല്ലേ. ദെൻ ഈ മെർക്കുറിന്റെ ഫീച്ചർ എന്താണ്? അതിന്റെ സവിശേഷത എന്താണ്? ക്ലോസസ്റ്റ് ടു ദ സൺ, സണ്ണിന്റെ അടുത്തായിട്ടാണ് അല്ലേ. വീനസ് ഓർ നോൺ ആസ് മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിങ് സ്റ്റാർ. എന്താണ് അതിനറിയപ്പെടുന്ന? എന്താണ്? മോർണിംഗ് സ്റ്റാറിനും ഈവനിങ് സ്റ്റാറിനും എന്നിങ്ങനെ അറിയപ്പെടുന്നൊരു പ്ലാനറ്റ് ആണ് എന്ത്? വീനസ്. പിന്നെ എർത്ത്, ദ ഓൺലി പ്ലാനറ്റ് ഇൻ വിച്ച് ലൈഫ് എക്സിസ്റ്റ്. ഈ ഭൂമിയിൽ മാത്രമാണ്, ഈ എർത്തിൽ മാത്രമാണ് എന്ത്? ലൈഫ്, ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത് ഏതാണ്? എർത്താണ്. വേറെ എവിടെയും എന്താ ലൈഫ് ഇല്ല. അപ്പോൾ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് ആണ് എർത്ത്. ഇനി എന്താണ്? മാർസ് എന്ന് പറയുന്നത് എന്താണ്? റെഡ് പ്ലാനറ്റ്, ചുവന്ന പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് മാർസിന് കേട്ടോ. ദെൻ നെക്സ്റ്റ് ജൂപ്പിറ്റർ നോക്കൂ, ഏതാ? ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് അല്ലേ. ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജൂപ്പിറ്റർ. ഓക്കെ, ഈ സാറ്റേൺ ഏതാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ആണ് കേട്ടോ. വലുപ്പത്തിൽ 2ാം സ്ഥാനമാണ് എന്ത്? ഈ സാറ്റേണിന്. ഫസ്റ്റ് ജൂപ്പിറ്റർ ആണ് വലിയ പ്ലാനറ്റ്. ഏറ്റവും വലിയ പ്ലാനറ്റ് ഏതാ വെച്ചാൽ ഏതാണ്? ജൂപ്പിറ്റർ ആണ് അല്ലേ. പിന്നെ 2ാം സ്ഥാനം ആർക്കാണ്? സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? സാറ്റേൺ ആണ് അല്ലേ. ദെൻ നെക്സ്റ്റ് നോക്കൂ, യുറാനസ് ആണ് അല്ലേ. യുറാനസ് എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡസ്റ്റ് പ്ലാനറ്റ്, ഏറ്റവും തണുപ്പുള്ള എന്താണ് പ്ലാനറ്റ് ആണ് എന്ത്? യുറാനസ് കേട്ടോ. ഇനി നെപ്റ്റ്യൂൺ എന്താണ്? ദ പ്ലാനറ്റ് ദാറ്റ് ഈസ് ഫാർദർ ഫ്രം ദ സൺ. എന്താണ്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നതാണ് ഇത് ഈ നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? നെപ്റ്റ്യൂൺ അല്ലേ. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഏതാണ്? മെർക്കുറി. ഏറ്റവും ദൂരമുള്ള ഏതാണ്? നെപ്റ്റ്യൂൺ അല്ലേ. പിന്നെ ഇവിടെ പറയുന്നത് ഏതാണ്? ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാ? ജൂപ്പിറ്റർ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? സാറ്റേൺ. ഓക്കെ, പിന്നെ ഏറ്റവും കോൾഡസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ്? യുറാനസ്. ഓക്കെ, പിന്നെ എന്താണ്? ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന പ്ലാനറ്റ് ഏതാ വെച്ചാൽ എർത്ത് കേട്ടോ. പിന്നെ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഏതാ? വീനസ്. പിന്നെ റെഡ് പ്ലാനറ്റ് ഏതാ? മാർസ്. പിന്നെ പറയുന്നത് ഏതാണ്? ഇതൊക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഹാവ് യു നോട്ടീസ് ദ പിക്ചർ ഓഫ് ദ സൺ ആൻഡ് ദ സെലഷ്യൽ ബോഡീസ് റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ്. അപ്പോൾ എന്താണ്? അപ്പോൾ സണ്ണിനെയും അതിനെ വലം വെക്കുന്ന ഈ സെലഷ്യൽ ബോഡീസിന്റെ ഒക്കെ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ആർ ഓൺലി ദ പ്ലാനറ്റ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. അപ്പാർട്ട് ഫ്രം ദ പ്ലാനറ്റ്, ഡ്വാർഫ് പ്ലാനറ്റ്സ് ആൻഡ് ആസ്ട്രോയിഡ്സ് ആർ സീൻ ഇൻ ഇമേജ് 1 പേജ് നമ്പർ 163 ആറിന്റെ എന്താണ് പറയുന്നത്? ഡ്വാർഫ് എന്താണ്? പ്ലാനറ്റ് മാത്രമാണ് സൂര്യനെ വലം വെക്കുന്നത്. നമ്മളെ ചിത്രത്തിൽ നോക്കൂ, ഗ്രഹങ്ങളെ കൂടാതെ വേറെ എന്തൊക്കെയാണ് അവിടെ ഈ സണ്ണിനെ വലം വെക്കുന്നത്? അവിടെ നോക്കൂ, ആസ്ട്രോയിഡ് ഉണ്ട് അല്ലേ. ആസ്ട്രോയിഡ് ഉണ്ട്, പിന്നെ ഡ്വാർഫ് പ്ലാനറ്റും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വലം വെക്കുന്നുണ്ട്. ദെൻ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. പിന്നെ ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദ സൺ, 8 planets orbiting the sun, their satellites, dwarf planets, asteroid, meteors and comets. The sun is the center of the solar system. അപ്പോൾ എന്താണ്? സോളാർ സിസ്റ്റത്തിൽ എന്തൊക്കെ വരുന്നുണ്ട് കുട്ടികളെ? സോളാർ സിസ്റ്റത്തിൽ സണ്ണുണ്ട്, പിന്നെന്താണ് 8 planets ഉണ്ട്, പിന്നെ എന്താ വരുന്നത്? അവയുടെ സാറ്റലൈറ്റ്സ് ഉണ്ട്, പിന്നെ ഡ്വാർഫ് പ്ലാനറ്റ് ഉണ്ട്, ആസ്ട്രോയിഡ് ഉണ്ട്, മെറ്റിയോഴ്സ് ആൻഡ് കോമെറ്റ്സ് അല്ലേ. എന്താ മെറ്റിയോഴ്സ് എന്ന് പറഞ്ഞാൽ? ഉൽക്കകൾ അല്ലേ. പിന്നെന്താണ്? കോമെറ്റ്സ് എന്ന് പറഞ്ഞാൽ വാൽനക്ഷത്രങ്ങൾ അല്ലേ. ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്ത്? ഈ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. സണ്ണാണ് എന്ത്? സോളാർ സിസ്റ്റത്തിന്റെ സെന്ററിൽ ഉള്ളത് ഏതാണ്? സണ്ണാണ് കേട്ടോ. അപ്പോൾ അതിന്റെ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? സൺ. ഓക്കെ, നോക്കൂ, ഇറ്റ് വാസ് എ നിക്കോളസ് കോപ്പർനിക്കസ് ഹു റിവീൽഡ് ടു ദ വേൾഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഹി വാസ് എ പോളിഷ് ആസ്ട്രോണമർ.
നോക്കൂ, ഇത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ് അല്ലേ. അദ്ദേഹം എന്താണ് ഒരു ആസ്ട്രോണമർ ആയിരുന്നു അല്ലേ. എന്താണ് അദ്ദേഹം ഒരു പോളിഷ് ആസ്ട്രോണമർ ആയിരുന്നു. അപ്പോൾ ഈ നിക്കോളസ് കോപ്പർനിക്കസ് അദ്ദേഹം ഈ സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? ഈ നിക്കോളസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. ഇദ്ദേഹം പോളണ്ടുകാരനായൊരു ആസ്ട്രോണമർ ആയിരുന്നു. ആസ്ട്രോണമർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാനം നിരീക്ഷിക്കൻ അല്ലേ. ശാസ്ത്രജ്ഞനാണ് അല്ലേ. ദ മിൽക്കി വേ ഇസ് എ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം. ഇറ്റ് ഹാസ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ്. എന്താണ് ഈ മിൽക്കി വേ എന്ന് പറയുന്നത്? സോളാർ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്ന ഒരു ഗാലക്സിയാണ് എന്ത്? ഈ മിൽക്കി വേ എന്ന് പറയുന്നത്. സോളാർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗാലക്സിയാണെന്ത്? മിൽക്കി വേ. അഥവാ എന്താണ്? ഇറ്റ് വാസ് മിൽക്കി വേ ഇസ് എ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം. ഇത് ആകാശഗംഗ എന്നും പറയുന്നു കേട്ടോ. ഇത് കോടാനുകോടി നക്ഷത്രങ്ങൾ ഇതല്ല. യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ് അല്ലേ. അപ്പം എന്താണ് ഇതിൽ സോളാർ സിസ്റ്റം ഉൾപ്പെടുന്ന ഗാലക്സിയാണെന്ത്? മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ എന്ന് പറയും. ഓക്കെ. ദെൻ പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ്. അപ്പോൾ ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണെന്ത്? യൂണിവേഴ്സ്. ഓക്കെ. ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് സച്ച് ഗാലക്സീസ്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണെന്ത്? യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി കൊമറ്റ്സ് നോക്കൂ. കൊമറ്റ്സ് ആർ റെയർ വിസിറ്റേഴ്സ് ടു ദ സോളാർ സിസ്റ്റം. ദേ ആർ മെയ്ഡ് ഓഫ് റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ്. Their tails glow in sunlight as they approach the sun. എന്താണ് ഈ കൊമറ്റ്സ് എന്ന് പറയുന്നത്? കൊമറ്റ്സ് എന്ന് പറഞ്ഞാൽ വാൽനക്ഷത്രങ്ങൾ എന്ന് പറയും അല്ലേ. അപ്പം ഈ സോളാർ സിസ്റ്റത്തിലെ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണെന്ത്? ഈ കൊമറ്റ്സ്. ഓക്കെ. പാറ, പൊടി, അതുപോലെ എന്താണ് റോക്ക്, ഡസ്റ്റ് ആൻഡ് ഐസ് അല്ലേ. പാറയും പൊടിയും ഐസ് എന്നിവ ചേർന്നാണെന്ത്? ഈ വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാലെന്താണ്? സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു അല്ലേ. അപ്പൊ എന്താണ് കൊമറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ സിസ്റ്റത്തിലുള്ളൊരു റെയർ ആയിട്ടുള്ളൊരു വിസിറ്റർ ആണ് അല്ലേ. അത് ഇതിലെ പാറ, പൊടി, ഡസ്റ്റ്, റോക്ക്, പിന്നെ ഐസ് എന്നിവ ചേർന്നാണെന്ത്? ഈ കൊമറ്റ്സ് രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ എന്താണ്? ഇവയുടെ വാലെന്താണ്? സൂര്യപ്രകാശമേറ്റ് തിളങ്ങും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആസ്ട്രോയിഡ് എന്താണ്? ആസ്ട്രോയിഡ് ആർ സ്മോൾ പ്ലാനറ്റ് ലൈക്ക് ചങ്ക്സ് ഓഫ് റോക്ക് ഫൗണ്ട് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. എന്താണ്? ചൊവ്വയ്ക്കും അതായത് എന്താണ് ആസ്ട്രോയിഡ് ചങ്ക്സ് ഓഫ് റോക്സ് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലായി കാണപ്പെടുന്ന ചെറു ഗ്രഹങ്ങൾ പോലുള്ള അതായത് ലൈക്ക് ചങ്ക്സ് ഓഫ് റോക്ക് ബിറ്റ്വീൻ മാർസ് ആൻഡ് പ്ലാനറ്റ് അല്ലെ. സ്മോൾ പ്ലാനറ്റ് പറയുന്ന കേൾക്കൂ. ആസ്ട്രോയിഡ് ആർ സ്മോൾ പ്ലാനറ്റ് ലൈക്ക് ചങ്ക്സ് ഓഫ് റോക്ക് ബൗണ്ട് ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഈ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലായി കാണപ്പെടുന്ന സ്മോൾ പ്ലാനറ്റ് പോലുള്ള ഒരു ചങ്ക്സ് ഓഫ് റോക്ക് എന്താണ്? ശിലാകഷ്ണങ്ങളാണ് എന്ത്? ഈ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ ആസ്ട്രോയിഡ്? നോക്കൂ, എവിടെ ആസ്ട്രോയിഡ്? ദാ ഈ കുത്തു കണ്ടില്ല, ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ വേണില്ല അല്ലേ. അതാണ് ആസ്ട്രോയിഡ് കേട്ടോ. ദ കൊമറ്റ്സ് ഇത് വരുന്നില്ല കൊമറ്റ്സ്. ഓക്കെ. ആസ്ട്രോയിഡ് ഇതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആസ്ട്രോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ആസ്ട്രോയിഡിൽ മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലും. ഓക്കെ. മാർസിനും ജൂപ്പിറ്ററിനും ഇടയിലായിട്ടാണ് എന്ത്? ഈ ആസ്ട്രോയിഡ് കാണുന്നത് കേട്ടോ. ഓക്കെ. ദെൻ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്വാർഫ് പ്ലാനറ്റ് ആർ സ്മോളർ ആൻഡ് സ്പെറിക്കൽ ഒബ്ജക്റ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ദാറ്റ് ഓർബിറ്റ് അറൌണ്ട് ദ സൺ. ഈ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഈ സോളാർ സിസ്റ്റത്തിൽ സൂര്യന് ചുറ്റും സൂര്യന് ചുറ്റും എന്താക്കുന്നുണ്ട്? അറൌണ്ട് ദ സൺ അല്ലെ. പരിക്രമണം ചെയ്യുന്ന പ്ലാനറ്റിനേക്കാൾ ചെറുതും അതുപോലെ എന്താണ് ഈ സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ളതുമായ വസ്തുക്കളാണ് എന്ത്? ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സോളാർ സിസ്റ്റത്തിൽ സൂര്യനെ ചുറ്റും കറങ്ങുന്നുണ്ടല്ലോ ഗ്രഹങ്ങൾ, അതിൻ്റെക്കാളും ചെറുതും സ്ഫെറിക്കൽ ഷേപ്പ് ഉള്ളതുമായ വസ്തുക്കളാണ് എന്ത്? ഈ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി മെറ്റിയോഴ്സ് എന്താന്ന് നോക്കിയാൽ എന്താണ്?
ഉൽക്കകൾ എന്നൊക്കെ കേൾക്കൂല, എന്താണ് മെറ്റിയോർസ് അല്ലെ. ആർ പീസസ് ഓഫ് റോക്ക് ദാറ്റ് എൻറ്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ അറ്റ് എ ഹൈ സ്പീഡ് ഫ്രം ദ ആസ്ട്രോയിഡ് ആൻഡ് ലൈക്ക് അറ്റ് നൈറ്റ് ദേ ആർ സീൻ ആസ് ഫാസ്റ്റ് മൂവിംഗ് സ്പാർക്സ് ഇൻ ദ സ്കൈ. ദേ ബേൺ ഔട്ട് ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ദേ ആർ ലോക്കലി കോൾഡ് കൊള്ളിമീൻ അല്ലെ. എന്താണ് ഈ ഡ്വാർഫ് പ്ലാനറ്റ് Meteors are pieces of that enter the Earth's atmosphere at high speed from the asteroid and like at night they are seen in fast moving sparks in the sky. They burn out in a few seconds. They are locally called കൊള്ളിമീൻ. ഓക്കെ, ദെൻ അപ്പൊ ഈ ഇതിൻ്റെയൊക്കെ ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ഒരു ശിലാകഷ്ണങ്ങളാണ് എന്ത് ഈ മെറ്റിയോറൈറ്റ്സ് എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ എന്താണ് കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ എന്താണ് ലോക്കലായിട്ട് ഇവ കൊള്ളിമീനുകൾ എന്നറിയപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ ഉൽക്കകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അവർക്ക് ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണെന്ത് ഈ ഉൽക്കകൾ എന്ന് പറയുന്നത്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നുണ്ട്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് എന്താ ഇവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ എന്താ പറയുന്നത് കൊള്ളിമീൻ എന്ന് പറയും. സാറ്റലൈറ്റ്സ് ആർ celestial bodies that orbit around the planet in fixed orbit. The moon is the only satellite of the earth. എന്താണ് ഈ പ്ലാനറ്റിന് ചുറ്റും നിശ്ചിത ഓർബിറ്റിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശ ഗോളങ്ങളാണ് എന്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏക സാറ്റലൈറ്റ് ഏതാണ് എർത്താണ്, മൂണാണ് കേട്ടോ. എർത്തിന്റെ ഓൺലി വൺ സാറ്റലൈറ്റ് ഏതാണ് മൂൺ. ഓക്കെ, അപ്പൊ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് celestial bodies that orbit around the planet. പ്ലാനറ്റിന് ചുറ്റും വലം വെക്കുന്ന ഒരു celestial ബോഡിയാണ് സാറ്റലൈറ്റ്. അതിനൊരു ഫിക്സഡ് ഓർബിറ്റ് ഉണ്ട്, വഴിയുണ്ട് കേട്ടോ. ഫിക്സഡ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്ലാനറ്റിന് ചുറ്റും ഒരു നിശ്ചിത ഓർബിറ്റിലൂടെ, നിശ്ചിത സഞ്ചാരപാത ഫിക്സഡ് ഓർബിറ്റിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന celestial ബോഡീസ് ആണ് എന്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എർത്തിന്റെ ഓൺലി വൺ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ് മൂണാണ് കേട്ടോ. നോക്കൂ, മൂണ് എർത്ത് അല്ലെ. എർത്തിനെ വലം വെക്കുന്നത് കണ്ടില്ലേ മൂണ്. ഓക്കെ, അപ്പൊ എർത്തിനെ ഇങ്ങനെ ചുറ്റുന്നതാണ് എന്ത് മൂണ്. ഓക്കെ, സിഡ്രൽ മന്ത് എന്താണ് സിഡ്രൽ മന്ത് നക്ഷത്ര മാസം എന്ന് പറയില്ല. മൂൺ ടേക്സ് അബൌട്ട് 27.3 days ടു ഓർബിറ്റ് ദ എർത്ത് വൺസ്. ദിസ് ഈസ് കോൾഡ് സിഡ്രൽ മന്ത്. എന്താണ് ഈ മൂണിന് ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് എന്ത് ഒരു നക്ഷത്ര മാസം, സിഡറൽ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂണിന് എർത്തിനെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണെന്ത് സിഡറൽ മന്ത് എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, ഇത് സണ്ണിലെ സണ്ണിനെ വലം വെക്കുന്ന പ്ലാനറ്റിനെ ഒക്കെ കണ്ടില്ലേ. ഓക്കെ, observe the orbit of the planet of the solar system. The orbit is the path of celestial bodies around the sun. Planet revolve around the sun on elliptical orbit. It is the gravitational force between the planets and the sun that help the planets move along their fixed orbit. All the planets rotate on their imaginary axis while orbiting the sun. എന്താണ് പറയുന്നത്? സോളാർ സിസ്റ്റത്തിന്റെ ചിത്രത്തിൽ ഈ പ്ലാനറ്റിന്റെ സഞ്ചാരപാത നിരീക്ഷിച്ചു നോക്കൂ. എന്താണ് ഓർബിറ്റ് നിരീക്ഷിക്കാൻ. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ സഞ്ചാരപാത അല്ലെ. അപ്പൊ സൂര്യനെ ചുറ്റിയുള്ള ഈ സെലഷ്യൽ ബോഡീസിന്റെ ആ സഞ്ചാരപാതയാണ് എന്ത് അവയുടെ ഓർബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഓർബിറ്റ്? ഈസ് ദ പാത്ത് ഓഫ് സെലഷ്യൽ ബോഡീസ് അറൗണ്ട് ദ സൺ. സണ്ണിനെ ചുറ്റും വലം വെക്കുമ്പോൾ അതിനൊരു പാത്ത് ഉണ്ടാവും, വഴി ഉണ്ടാവും അല്ലെ. ഈ സെലഷ്യൽ ബോഡീസിന് ആ പാത്തിനെയാണ് എന്ത് ഓർബിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൂര്യനെ ചുറ്റിയുള്ള ഈ സെലഷ്യൽ ബോഡീസിന്റെ സഞ്ചാരപാതയാണ് എന്ത് അവയുടെ ഓർബിറ്റ്. ദെൻ പിന്നെന്താണ് ദീർഘവൃത്താകൃതിയിലുള്ള ഒരു ഓർബിറ്റിലൂടെയാണ് എന്ത് ഗ്രഹങ്ങൾ ഈ പ്ലാനറ്റ് സൂര്യനെ വലം വയ്ക്കുന്നത് അല്ലെ. ഒരു സർക്കിൾ ഷേപ്പിലല്ല ഈ ഓർബിറ്റിലൂടെ എന്താ സർക്കിൾ ഷേപ്പിലുള്ള ഓർബിറ്റിലൂടെയാണ് എന്ത് പ്ലാനറ്റ് സൂര്യനെ വലം വെക്കുന്നത്. ഈ പ്ലാനറ്റ് അവയുടെ നിശ്ചിത ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് എന്താണ്? ഈ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഒരു ആകർഷണ ബലമാണ്, അട്രാക്ഷൻ ഫോഴ്സ് ആണ് കേട്ടോ. അപ്പൊ സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം തന്നെ എന്താണ് പ്ലാനറ്റുകളെല്ലാം അവയുടെ ഈ ഒരു
ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്, എന്താ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാ പ്ലാനറ്റും ഭൂമിയും മെർക്കുറി വീനസ് അതൊക്കെ എന്താണ് സ്വന്തം ഒരു ഇമാജിനറി ആക്സിസ് ഉണ്ട്, അതിലിങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലെ. സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഈ പ്ലാനറ്റ്സ് ഒക്കെ എന്താണ് സ്വയം കറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ role play the solar system with the help of your friends. Don't forget to introduce each planet with its characters. അപ്പോൾ നിങ്ങൾ എന്താക്കുക, സോളാർ സിസ്റ്റത്തിന്റെ കൂട്ടുകാരുടെ സഹായത്തോടെ എന്താണ് സോളാർ സിസ്റ്റം റോൾ പ്ലേ ആയി അവതരിപ്പിച്ച് ഓരോ പ്ലാനറ്റും അവരവരുടെ സവിശേഷതകൾ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ റോൾ പ്ലേ കളിച്ചു നോക്കുക കേട്ടോ. ദെൻ അവർ എർത്ത്. ഇനി നമ്മൾ എർത്തിനെ കുറിച്ച്, എന്താ നമ്മളെ ഭൂമി. റീഡ് വാട്ട് ആസ്ട്രോണറ്റ് സുനിത വില്യംസ് ഹാഡ് ടു സേ അബൌട്ട് ദ എർത്ത്. എന്താണ് ഇവിടെ നോക്കൂ, ബഹിരാകാശ സഞ്ചാരിയായ സുനിത വില്യംസ് എന്താണ് ഭൂമിയെ കുറിച്ച് പറഞ്ഞത്. ആസ്ട്രോണട്ടായ സുനിത വില്യംസ് ഭൂമിയെ കുറിച്ച് പറഞ്ഞ എന്താണ്, ദ എർത്ത് ലുക്ക്ഡ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ. എർത്ത് എന്താ കാണാൻ ഏറെ മനോഹരവും നല്ല ഭയങ്കരമായിട്ടുള്ള വണ്ടർഫുള്ളും ആണ് അല്ലെ, ആശ്ചര്യവുമാണ് അല്ലെ. എനിക്ക് തോന്നി വി കുഡ് വാച്ച് ഇറ്റ് ഫോർ അവേഴ്സ് ത്രൂ ദ വിൻഡോ ഓഫ് ദ സ്പേസ് സ്റ്റേഷൻ. വി കുഡ് സീ ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത്. അപ്പൊ എന്താണ്, അപ്പം ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ ആ വിൻഡോയിലൂടെ ജനലിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് എന്താണ് നോക്കി കാണാനായി ഭൂമിനെ അല്ലെ. ഭൂമിയുടെ ആ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത് ഭൂമിയുടെ ആ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു എന്നാണ് സുനിത വില്യംസ് പറഞ്ഞത് അല്ലെ. അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി അല്ലെ, ഭൂമി എന്താ സ്ഫെറിക്കൽ ഷേപ്പിലല്ലേ ആ ആകൃതി അല്ലെ, അതുവരെ ഈ സ്പേസ് സ്റ്റേഷന് താഴോട്ടേക്ക് നോക്കിയപ്പോൾ ഇവർക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദെൻ സ്പേസ് എന്താ. സ്പേസ് ഈസ് ദ ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഔട്ട്സൈഡ് എ സെലഷ്യൽ ബോഡി. എക്സ്പേർട്സ് ആർ സെൻറ്റ് ടു ദ സ്പേസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ് ഫോർ എക്സ്പെഡിഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. എന്താ ഇവിടെ പറയുന്നത്, ഒരു സ്പേസ് ഈസ് ദ ഏരിയ ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഔട്ട്സൈഡ് എ സെലഷ്യൽ ബോഡി. ഒരു ജ്യോതിർഗോളത്തിന്റെ അന്തരീക്ഷ പരിധിക്ക് അപ്പുറമുള്ള മേഖലയാണെന്ത് ഈ സ്പേസ് എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കുമായി എന്താണ് ഈ പര്യവേഷണത്തിനായി ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട് അല്ലെ. ഇതിലെ ഈ ഓരോന്നിനും പഠനങ്ങൾക്കൊക്കെ ആയിട്ട് എന്താണ് ഓരോ വിദഗ്ധരെ എന്താക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് അയക്കാറുണ്ട് അല്ലെ, സ്പേസിലേക്ക് അയക്കാറുണ്ട്. ദ എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം വേർ ലൈഫ് എക്സിസ്റ്റ്. ഇനി നോക്കൂ എർത്ത് എന്താന്നു അല്ലെ. അപ്പൊ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒറ്റൊരു സോളാർ സിസ്റ്റത്തിലുള്ള ഒരു പ്ലാനറ്റ് ആണ് എന്ത് എർത്ത് എന്ന് പറയുന്നത് അല്ലെ. ഈ സോളാർ സിസ്റ്റത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക പ്ലാനറ്റ് ആണ് എന്ത് എർത്ത്. ദ എർത്ത് ഹാസ് എ യുണീക് സ്ഫെറിക്കൽ ഷേപ്പ്. എർത്തിൽ എന്താണ് ഭൂമിക്ക് സവിശേഷമായ ഒരു സ്ഫെറിക്കൽ ഷേപ്പാണുള്ളത് അല്ലെ. ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ വിത്ത് ദ പോൾ സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആൻഡ് ദ ഇക്വേറ്റർ സ്ലൈറ്റ്ലി ബൾജ്ഡ്. ദിസ് ഷേപ്പ് ഈസ് നോൺ ആസ് ജിയോയിഡ്. ദ ടേം ജിയോയിഡ് മീൻസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്. എന്താണ് അപ്പം അതിന്റെ പോൾസ് എന്താണ്, പോൾസ് അല്പം പരന്നതും അതുപോലെ എന്താ ഇക്വേറ്റർ ഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് അതിനുള്ളത് അല്ലെ. ഈ ആകൃതിയാണ് എന്ത് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ പോൾസ് പരന്നതും അതുപോലെ എന്താ ഇക്വേറ്റർ കുറച്ച് വീർത്തതുമായ ഷേപ്പാണ് എന്ത് ഇതിനുള്ളത് അല്ലെ. ഈ ഷേപ്പിനെയാണ് എന്ത് ജിയോയിഡ് എന്ന് പറയുന്നത് അല്ലെ. ദിസ് ഷേപ്പ് ഈസ് നോൺ ആസ് ജിയോയിഡ്. ദ ടേം ജിയോയിഡ് മീനിങ് എന്താണ്, ഷേപ്പ് ഓഫ് ദ എർത്ത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ പോൾസ് അല്പം പരന്നതും അതിന്റെ ഇക്വേറ്റർ ചെറുതായി വീർത്തതുമായ ഒരു ഗോളാകൃതിയാണ് ഇത് അല്ലെ. ഈ ആകൃതിയാണ് എന്ത് ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ, ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം അല്ലെ. ദെൻ the Indian scientist Aryabhatta believed that the earth was a spherical and rotated on its imaginary axis. Greek philosophers such as Thales, Pythagoras and Aristotle also believed that the earth was spherical. Later the navigator Magellan's circumnavigation of the world proved that the earth is round. എന്താണ് പണ്ട് അല്ലെ ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഈ സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്നും ഒരു ഇമാജിനറി ആക്സിസിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു അല്ലെ. ഗ്രീക്ക് തത്വചിന്തകരായ ഈ തെയിൽസ്, പൈത്തഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് എന്താണ് സ്ഫെറിക്കൽ ഷേപ്പ് ആണെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പിൽക്കാലത്ത് എന്താ മെഗല്ലൻ എന്ന ഒരു നേവിഗേറ്റർ ഉണ്ടായിരുന്നു. അയാൾ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി എന്താണ് ഉരുണ്ടതാ റൗണ്ടാന്നുള്ളത് തെളിയിച്ചു. ഓക്കെ, മെഗല്ലനാണ് അത് തെളിയിച്ചത് അല്ലെ. ബാക്കിയുള്ളവരൊക്കെ എന്താണ് പറഞ്ഞത്, അവര് ഭൂമി സ്ഫെറിക്കൽ ഷേപ്പാന്ന് പറഞ്ഞല്ലേ. അത്
ദെൻ ഇത് നോക്കൂ, ഇമേജസ് ഓഫ് ദ എർത്ത് ടേക്കൺ ഫ്രം സ്പേസിൽ നിന്ന് അവർ എടുത്ത ഫോട്ടോസ് ആണ് കേട്ടത്. സ്പേസിൽ നിന്ന് സുനിത വില്യംസും ഒക്കെ കണ്ടെന്ന് പറഞ്ഞില്ലേ, ഭൂമിയുടെ ഈ ഗോളാകൃതി അതാണ് ഇത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ് നോക്കൂ, ഒബ്സർവ് ദ ഇമേജസ് ഓഫ് ദ എർത്ത് ക്യാപ്ചർഡ് ഫ്രം സ്പേസ് ഇൻ ദ എർത്ത് സീൻ ആസ് എ ബ്ലൂ സ്ഫിയർ ഇൻ ദിസ് പിക്ചർ. വൈ ഇസ് ഇറ്റ് സോ? ഈ ഞങ്ങൾ സ്പേസിൽ നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ചിത്രങ്ങളിൽ ഭൂമി എന്താണ്, ഒരു ബ്ലൂ ഷേപ്പ്, ബ്ലൂ കളർ അല്ലേ കാണുന്നത് അല്ലേ? ആൻഡ് ബ്ലൂ സ്ഫിയർ ആയിട്ടല്ലേ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ കളർ ഓൺ ദ ഗ്ലോബ്? The model of the earth looks like a blue sphere from space because about 71% of earth's surface is water. അല്ലേ? എന്തുകൊണ്ടാണ്? ഭൂമിയുടെ മാതൃകാപരമായ ഗ്ലോബിൽ എന്താണ്, നമുക്ക് ഏത് നിറമാണ് കൂടുതൽ കാണുന്നത്? നീലയല്ലേ? ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം എന്താണ് 71% വാട്ടർ ആയതിനാലാണ് എന്ത്, സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു ബ്ലൂ സ്ഫിയർ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ബ്ലൂ സ്ഫിയർ ആയി കാണുന്നത് എന്തുകൊണ്ടാണ്? 71% എന്താണ്, വാട്ടർ ആണ് ഭൂമിയിൽ അല്ലേ? സോ എന്താണ്, ബ്ലൂ കളർ ആയിട്ട് നമുക്ക് കാണുന്നു. And another feature that distinguishes the earth from other planets is its atmosphere. The atmosphere is the blanket of air covering the earth. It contains gases, dust particles and water. The atmosphere plays a crucial role in sustaining life on the earth by regulating heat and cold. The ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ആണെന്ത്, ഇതര പ്ലാനറ്റിൽ നിന്നും ഭൂമിയെ വ്യത്യാസമാക്കുന്ന മറ്റൊരു സവിശേഷത അല്ലെ. ഭൂമിക്ക് എന്താണ്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് അല്ലെ. അപ്പൊ മറ്റു ഗ്രഹങ്ങളിൽ നിന്നും ഈ മറ്റു പ്ലാനറ്റിൽ നിന്നും എന്താണ്, എർത്തിനെ വ്യത്യാസമാക്കുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. ഭൂമിയെ എന്താണ്, ഒരു ആവരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ ഒരു ബ്ലാങ്കറ്റ് ആണെന്ത്, എയർ കവറിംഗ് ബ്ലാങ്കറ്റ് ആണെന്ത് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. അറ്റ്മോസ്ഫിയർ ഇസ് എ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിംഗ് ദ എർത്ത്. എർത്തിനെ ഒരു എയർ കവറിങ്ങിന്റെ ഒരു എന്താ പറയാ, ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന ഒരു എയറിന്റെ ഒരു ബ്ലാങ്കറ്റ് ആണ് എന്ത്, ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അവിടെ ഗ്യാസസ്, പിന്നെന്താണ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വാട്ടർ എന്നിവ എന്താണ് ഈ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ എന്താണ്, ഈ അറ്റ്മോസ്ഫിയർ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അറ്റ്മോസ്ഫിയർ നിർണായകമായ പങ്ക് വഹിക്കുന്നത് എന്താണ്, ഭൂമിയെ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ എന്താണ്, ഈ അറ്റ്മോസ്ഫിയർ ഒരു നല്ല പങ്ക് വഹിക്കുന്നുണ്ട്, ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ. വൈ ഡസ് ദ അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് ആസ് എ കവറിംഗ് അറൌണ്ട് ദ എർത്ത്? എക്സാമിൻ. അപ്പൊ ഭൂമിയെ പൊതിഞ്ഞ ഈ അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്നതിനുള്ള കാരണം എന്ത്, അത് അന്വേഷിച്ച് നോക്കുക. ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് ഓൺ ദ റോൾ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം വഹിക്കുന്ന പങ്കിനെ കുറിച്ച്, ഈ അറ്റ്മോസ്ഫിയർ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മോഷൻ ഓഫ് ദ എർത്ത്, എന്താണ് ഭൂമിയുടെ ചലനങ്ങൾ. ഡാഡ്, I have just had a dinner. I am just getting ready for bed. Son, hope you are fine. We are going to have our breakfast here. അപ്പൊ എന്താണ് ഇവിടെ ഒരു എന്താണ് ആള് പറയാണ് അല്ലെ, അച്ഛാ ഞാനിപ്പോൾ അത്താഴം കഴിച്ചതേ ഉള്ളൂ, ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാന്ന് പറഞ്ഞില്ലേ. രാത്രിയായി, രാത്രിയത്തെ ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ എന്താ ഉറങ്ങാൻ പോവാന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താ അച്ഛൻ പറയുന്ന നോക്കൂ, മോന് സുഖല്ലേ, ഞങ്ങൾ ഇവിടെ എന്താണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. അപ്പൊ നോക്കിയാൽ ഒരു സ്ഥലത്ത് രാത്രി, ഒരു സ്ഥലത്ത് രാവിലെയാണ് അല്ലെ. ഡിന്നർ കഴിച്ച് ഉറങ്ങാൻ പോവാണ് മോന്. അവിടെ അച്ഛൻ എന്താ പറഞ്ഞേ, ഞങ്ങൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞില്ലേ. അപ്പോ listen to this conversation. We see Jinu, who is working in Canada, engaged in a video call with his parents in India. Jinu and his parents live in two different places on the earth. അല്ലെ, എന്താണ് ഈ കോൺവെർസേഷൻ എന്താ പറയുന്നത്, കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനു അല്ലെ, ഇന്ത്യയിലുള്ള പാരന്റ്സിനോട് വീഡിയോ കോളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെ. ജിനു താമസിക്കുന്നതും അതുപോലെ പാരന്റ്സ് താമസിക്കുന്നതും ഭൂമിയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് അല്ലെ. അപ്പൊ വ്യത്യസ്ത സ്ഥലങ്ങളിൽ എന്താണ്, ഇവർക്ക് ഒന്ന് രാത്രിയും ഒന്ന് രാവിലെയാണ് അല്ലെ. ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് കാനഡ ആൻഡ് ഇന്ത്യ. നിങ്ങൾ ഗ്ലോബ് നോക്കിയിട്ട് കാനഡയും ഇന്ത്യയും എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കുക. വൈ വുഡ് ഇറ്റ് ബി ടൈം ഇൻ വൺ പ്ലേസ് ആൻഡ് നൈറ്റ് ഇൻ ദ അതർ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും?
as the earth is spherical, only one half of the earth receives sunlight at the time. It will be dark on the other half. അല്ലേ? എന്താ ഭൂമിക്ക് എന്താ സ്ഫെറിക്കൽ ഷേപ്പ് അല്ലേ? അതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ എന്താ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ അല്ലെ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. നോക്കൂ, നിങ്ങളൊരു ബോൾ ഇങ്ങനെ പിടിക്കുക, ബോൾ ഷേപ്പാണല്ലോ നമ്മളെ ഭൂമി. അപ്പൊ നിങ്ങൾ എന്താക്കുക, അതിനെ നടുക്കായിട്ട് ഈ സൂര്യനെ ഇങ്ങനെ സണ്ണിനെ ഒരു ടോർച്ച് എടുത്തിട്ട് എന്താക്കുക, ഈ ബോളിലേക്ക് അടിച്ചു വെക്കുക. അപ്പൊ ഈ അടിച്ചു നോക്കുമ്പം ഈ അടിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഭാഗത്തേക്ക് ഈ ലൈറ്റ് കിട്ടുന്നുണ്ടോ? അവിടെ ഒരു ഡാർക്ക് ആയിട്ടല്ലേ തോന്നുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ ഇരുട്ട് എന്ന് പറഞ്ഞ മുറിയിൽ എന്താക്കുക, ഈ ബോൾ വെക്കുക, എന്നിട്ട് ടോർച്ച് അടിച്ചിട്ട് എന്താക്കുക, ഈ ബോളിലേക്ക് ടോർച്ച് അടിക്കുക. അപ്പൊ ഇതിന് ടോർച്ചിന്റെ അടിക്കുന്ന ആ ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റ് ഭാഗം എന്താക്കുക, നിങ്ങൾ നോക്കുക, അങ്ങോട്ടേക്ക് പോയി നോക്കുക ടോർച്ച് ഇവിടെ വെച്ചിട്ട്. അപ്പൊ അവിടെ ഇരുട്ടാണല്ലേ. അതേപോലെ തന്നെ എന്താണ് എർത്ത്. ഇപ്പൊ ഇവിടെ ഈ ടോർച്ചിന് പകരം സണ്ണും എർത്തിന് പകരം ബോളുമാണ്. അപ്പൊ ഈ സണ്ണ് ഈ എന്താണ് ഈ എർത്തിന്റെ മേലേക്ക് അടിക്കുമ്പോൾ ഒരു ഭാഗം മാത്രമേ എന്താകുന്നുള്ളൂ, ആ എർത്തിന് പ്രകാശം കിട്ടുന്നുള്ളൂ. മറ്റേ ഭാഗം എന്താണ്, പ്രകാശം കിട്ടുന്നില്ല അല്ലെ. അപ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് ഈ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ എന്താണ് പകൽ അനുഭവപ്പെടുന്നു അല്ലെ. മറുഭാഗത്ത് സൂര്യപ്രകാശം കിട്ടുന്നില്ല അല്ലെ. അതിനാൽ അവിടെ എന്താണ് രാത്രി ആയിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ എന്താണ് എന്ത് മൂലമാണ്, റൊട്ടേഷൻ മൂലമാണ് അല്ലെ. എർത്തിന്റെ റൊട്ടേഷൻ മൂലമാണ് എന്ത് രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത്. ഭൂമി അതിന്റെ ഇമാജിനറി ആക്സിസിൽ സ്വയം കറങ്ങുന്നതാണ് എന്ത് റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. റൊട്ടേഷൻ ഈസ് ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഇമാജിനറി ആക്സിസ്. ഓക്കെ, അപ്പോൾ ഭൂമി സ്വയം കറങ്ങുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സണ്ണിന്റെ ഈ ഭാഗം ലൈറ്റ് കിട്ടുന്നിടത്ത് ഡേയും സണ്ണിന്റെ ലൈറ്റ് കിട്ടാത്ത ഭാഗം നൈറ്റും ആയിരിക്കും. ഇനി എന്താക്കും, ഇതിങ്ങനെ തിരിയുമ്പോൾ എന്താവും, ഈ നൈറ്റ് എന്താവും ഈ ഭാഗത്തേക്ക് വരും അല്ലേ. നൈറ്റുള്ള ഈ ഭാഗം അപ്പുറത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഈ ഡേ ഉള്ള ഭാഗം ഇപ്പുറത്തേക്കും വരും അല്ലേ. അപ്പോൾ എന്തായി, അവിടെ ഡേയും ഇവിടെ നൈറ്റും ആയി അല്ലേ. ഓക്കെ, ഇതിന് സ്വന്തം ആക്സിസ് ഇമാജിനറി ആക്സിസ് ഇതാണ് അല്ലേ. ഇത് സ്വയം കറങ്ങാണ് അല്ലേ, എർത്തിന്റെ റൊട്ടേഷൻ ആണ് ഇത് കേട്ടോ. ദ എർത്ത് റൊട്ടേറ്റ് ഫ്രം ദ വെസ്റ്റ് ടു ദ ഈസ്റ്റ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്, എവിടുന്നാണ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് എന്ത് ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സൺ സെറ്റ് ഇൻ ദ വെസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്താക്കുന്നത്, സണ്ണ് റൈസ് ഈസ്റ്റ് എന്നാണ് തോന്നുന്നത് അല്ലെ. കിഴക്ക് നിന്നാണ് എന്ത് സണ്ണ് ഉദിക്കുന്നതെന്നും പടിഞ്ഞാറ് സൺ സെറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ആയതുകൊണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലായില്ല അല്ലെ. അപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കായി നമുക്ക് ഫീൽ ചെയ്യാണ് അല്ലേ. ദ എർത്ത് ടേക്സ് 23 hours 56 minutes 4 seconds to complete one rotation. This is calculated as a day. അല്ലെ, എന്താണ് ഭൂമിക്ക് ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കാൻ എത്ര മണിക്കൂറാണ്, 23 hours 56 minutes 4 seconds ആവശ്യമാണ് അല്ലേ. ഇതാണ് എന്ത് ഒരു ഡേ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ ഭൂമി ഒരു ഇതിൽ കറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഭൂമി കറങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി അതേ സ്ഥലത്ത് എത്തുന്നത് ഒരു ദിവസമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ആസ് ഇറ്റ് റൊട്ടേറ്റ്സ് ദ എർത്ത് moves around the sun on a fixed orbit. This is revolution. അപ്പൊ എന്താണ്, ഈ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നുണ്ടല്ലോ അല്ലെ. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ റൊട്ടേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താക്കുന്നുണ്ട്, ഭൂമി സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ സണ്ണിനെ എന്താക്കുന്നുണ്ട്, ചുറ്റുന്നുണ്ട് അല്ലെ. ഒരു ഫിക്സഡ് ഓർബിറ്റിലൂടെ സണ്ണിനെ ചുറ്റുന്നുണ്ട് അല്ലെ. അതാണ് എന്ത് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സണ്ണിനെ ചുറ്റുന്നുണ്ട്. ഓക്കെ, ഈ സണ്ണിനെ ചുറ്റുന്നതിനാണ് ഇത് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്താണ് റൊട്ടേഷൻ എന്നും പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് റെവല്യൂഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഭൂമി സണ്ണിനെ ചുറ്റുന്നതിനാണ് ഇത് റെവല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. സ്വയം കറങ്ങുന്നത് റൊട്ടേഷനും. ഇറ്റ് ടേക്സ് 365 1/4 days for the earth to go around the sun once. It is considered as 1 year. Seasons are experienced as a result of the revolution of the earth. അപ്പൊ എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ, ഭൂമി എന്താണ്, ഭൂമി ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചെത്താൻ ഒരു ദിവസമാണ് നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഈ ഭൂമി റെവല്യൂഷൻ ചെയ്യുന്നല്ലോ, സണ്ണിനെ റെവല്യൂഷൻ ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇത് കറങ്ങിയോണ്ട് എന്താണ് ഈ സണ്ണിനെ റെവല്യൂഷൻ ചെയ്ത് തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്താൻ എന്താണ് 365 1/4 ദിവസം വേണം അല്ലെ. ഇതിനെ എന്താണ് ഒരു ഇയർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു അല്ലെ. ഭൂമിയുടെ ഈ
റവല്യൂഷന്റെ ഫലമായാണെന്ത് വ്യത്യസ്ത സീസൺസ് അനുഭവപ്പെടുന്നത് അല്ലെ. ഭൂമി ഈ റവല്യൂഷൻ ചെയ്യുന്നില്ലേ, അതുകൊണ്ടാണ് എന്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സീസൺസ് ഉണ്ടാവുന്നത് അല്ലെ. ഇല്ലസ്ട്രേറ്റ് ദ റവല്യൂഷൻ ഓഫ് എർത്ത് ഓൺ എ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പം മനസ്സിലായല്ലോ അല്ലെ. അപ്പോൾ ഭൂമിയുടെ ഈ റവല്യൂഷൻ എന്താക്കുക വ്യക്തമാക്കുന്ന ഒരു ഡയഗ്രം നിങ്ങൾ ചാർട്ടിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമി സ്വയം കറങ്ങുന്നതിനാണ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ സ്വയം ഭൂമി ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി അതേ സ്ഥലത്തിന് എത്തുമ്പോൾ എന്താണ് ഒരു ദിവസമാണ് അല്ലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അതുപോലെ ഈ ഭൂമി കറങ്ങിയോണ്ട് തന്നെ എന്താക്കുന്നുണ്ട്, ഈ സണ്ണിനെ റെവല്യൂഷൻ ചെയ്തിട്ടുണ്ട്, സണ്ണിനെയും ചുറ്റുന്നുണ്ട് അല്ലെ. അതിനെയാണ് എന്ത് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങിയിട്ട് ഈ എന്താണ് സണ്ണിനെ റെവല്യൂഷൻ വലം വെക്കുന്നത് അവിടേക്ക് ലാസ്റ്റ് ഈ തിരിച്ചെത്തുന്ന ഈ സ്ഥലത്തേക്ക് ഒരു വർഷം പിടിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഭൂമി ഇങ്ങനെ കറങ്ങി ഇതാ എവിടെ നോക്കൂ, ഭൂമി ഇപ്പൊ ഇവിടെ നിന്നാണ് തുടങ്ങുന്ന വിചാരിച്ചോ, കറങ്ങിയോണ്ട് ഇങ്ങനെ ഈ സൗര്യനെ ഇങ്ങനെ വലം വെക്കുകയാണ്. ഇങ്ങനെ വലം വെച്ച് ഇങ്ങനെ ഇവിടെ തന്നെ തിരിച്ചെത്താൻ എന്താണ് ഒരു വർഷം പിടിക്കുന്നുണ്ട് കേട്ടോ. 365 1/4 ഡേയ്സ് ആയിട്ട് പിടിക്കുന്നുണ്ട് അല്ലെ. അതിനാണ് 1 ഇയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇനി എന്താണ് സീസൺ. അപ്പൊ ഇതിന് ഈ സണ്ണിനെ റവല്യൂഷൻ ചെയ്യുന്നതിന് കാരണമായിട്ട് നമുക്ക് എന്ത് സീസണും കിട്ടുന്നുണ്ട് അല്ലെ. സീസണ് എന്താണ് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് പല സീസണുകളായിട്ട് നമുക്ക് എന്താണ് വ്യത്യസ്ത സീസൺസ് ആയിട്ട് അനുഭവപ്പെടുന്നത് അല്ലെ. എന്ത് ഈ റവല്യൂഷന് കാരണം അല്ലെ. ഈ എർത്തിന്റെ റവല്യൂഷന്റെ ഫലമായാണ് എന്ത് നമുക്ക് വ്യത്യസ്ത സീസൺസ് അനുഭവപ്പെടുന്നത്. സീസൺസ് എന്താണ് നമുക്ക് നോക്കാം. തണുപ്പ്, ചൂട്, പിന്നെ അങ്ങനെ പല സീസൺസ് ഇല്ലേ, അതൊക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. തണുപ്പ് കാലം, ചൂട് കാലം, മഴ എന്താണ് അങ്ങനത്തെ സീസൺസ് ഒക്കെ അല്ല, അത് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. സീസൺസ് എന്താ നോക്കാം. ഹൗ ജോയ്ഫുൾ വെർ ദ ഡേയ്സ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. അപ്പൊ പറയുന്നതാണ് അല്ലെ, എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. The Idavapadi rain that drenches our new cloth at the beginning itself of the school year. This rain that lasts nearly for 2 months and begins to withdraw as the month of a Karkidagam ends. Then arrives Jingam, the month of wealth and prosperity. How beautiful is nature as it blooms to welcome Onam. Then comes the Tulavarsham, bringing relief to the summer heat of Kanni, the month of the Vrishigam and Danu, cool nature. In the month of Magaram, some trees are seen shedding their leaves. Most water bodies dry up due to the intense heat of Kumbam, Meenam, Madam. The mangoes and jackfruits in the yard make nature beautiful even at that time. എന്താണ് അപ്പൊ മുത്തശ്ശി പറയാണ് അല്ലെ, എന്ത് രസമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തൻ ഉടുപ്പിനെ നനയ്ക്കുന്ന ഇടവപ്പാതി മഴ, ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ എന്താണ് ശമിച്ചു തുടങ്ങും. പിന്നെ എന്താണ് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മാസമായ ചിങ്ങമാസത്തിന്റെ കടന്നുവരവാണ്. ഈ സമയം എന്താണ് ഈ നേച്ചർ പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. പൂക്കളൊക്കെ ഉണ്ടായിട്ട് തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്നെന്താ തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനുമാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം, മീനം, മേടം മാസങ്ങളിൽ അതിശക്തമായ ചൂട് കൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ എന്താണ് വറ്റി വരളും. പുഴയും തോടും ഒക്കെ വറ്റി വരളും. തൊടിയിൽ കാഴ്ച നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതി ആ സമയത്ത് മനോഹരമാക്കിയിരിക്കുന്നു അറിയില്ല, മനോഹരമാക്കിയിരിക്കുന്നു പറഞ്ഞ്. അപ്പൊ ഇതാണ് മുത്തശ്ശീന്റെ എന്താണ് കുട്ടിക്കാലം അല്ലെ. യു ഹാവ് റീഡ് ഗ്രാൻഡ്മാസ് എക്സ്പീരിയൻസ്. അപ്പൊ മുത്തശ്ശിയുടെ അനുഭവം വായിച്ചല്ലോ. ഹിയർ ഗ്രാൻഡ്മ റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ നേച്ചർ ഫ്രം ഹെർ ചൈൽഡ്ഹുഡ്. വാട്ട് ചേഞ്ചസ് ആർ ദേ? ഇവിടെ തന്റെ ചുറ്റുപാടിലെ കുട്ടിക്കാലം മുതൽ തന്റെ ചുറ്റുപാടും ഉണ്ടായ മാറ്റങ്ങളെ കുറിച്ചല്ലേ മുത്തശ്ശി ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? റെയിൻ ഉണ്ട്, പിന്നെന്താണ് സമ്മർ ഹീറ്റ് ഉണ്ട്, പിന്നെന്താ പറയുന്നത് ഈ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകുന്ന അതുണ്ട് അല്ലെ. പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ വരുന്ന ടൈമുണ്ട് അല്ലേ, അതൊക്കെയാണ് പറയുന്നത് അല്ലേ. ദെൻ ഡു വി ഗെറ്റ് ഓൾ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ എവറി സീസൺ? ഡിസ്കസ്. അപ്പം നമുക്ക് എല്ലാ സമയത്തും എല്ലാ കാലത്തും എല്ലാത്തരം ഈ ഫ്രൂട്ട്സ് നമുക്ക് ഒരുപോലെ ലഭിക്കാറുണ്ടോ? ഇതാണ് നോക്കൂ. വിച്ച് സീസൺ ഡു ദ ഗിവൺ പിക്ചർ റെഫർ ടു? നോക്കൂ ഇവിടെ ഏത് സീസണാണ് ഇത് ഈ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് റെയിനി സീസൺ അല്ലേ. ഇതോ കോൾഡ് സീസൺ അല്ലേ, തണുപ്പ് സീസൺ അല്ലേ. ഇതോ സമ്മർ സീസൺ അല്ലേ, വിന്റർ സീസൺ അല്ലേ ഇത്. ഓക്കെ. ഡു യു എക്സ്പീരിയൻസ് ഓൾ ഓഫ് ദിസ് സീസൺ ഇൻ യുവർ ഏരിയ? നിങ്ങളുടെ പ്രദേശത്ത് ഈ കാലങ്ങളെല്ലാം അനുഭവപ്പെടാറുണ്ടോ?
ഈ ചൂടും മഴയൊക്കെ ഉണ്ട്, ഈ തണുപ്പ്, ഈ മഞ്ഞ്, ഇത് മഞ്ഞൊക്കെ വരുന്നില്ലേ, ഈ മഞ്ഞ് നമ്മളെ കേരളത്തിൽ ഉണ്ടാവാറുണ്ടോ? മഞ്ഞ് പൊഴിയോ? തണുപ്പ് ഉണ്ടാവും, മഞ്ഞ് പൊഴിയാറുണ്ടോ? നോക്കാം നമുക്ക്. ഇല്ല അല്ലേ. വാട്ട് ആർ ദ സൈറ്റ് അറൌണ്ട് യു ഡ്യൂറിങ് ഡിഫറെന്റ് സീസൺ? ഡിസ്കസ് ഇൻ ക്ലാസ് ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ് ഗിവൺ ബിലോ. എന്താ വ്യത്യസ്ത കാലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ എന്തെല്ലാം, അത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ എന്താണ്? വേനൽക്കാലത്ത് എന്താണ്? ജലാശയങ്ങൾ വറ്റുന്നില്ലേ, വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ് അല്ലേ. പിന്നെ എന്താ സംഭവിക്കുക? മരങ്ങളൊക്കെ ഉണങ്ങും അല്ലേ, ട്രീസ് ഡ്രൈ അപ്പ് അല്ലേ, അത്. പിന്നെ പ്ലാന്റ്സ് ഡ്രൈ അപ്പ്. പിന്നെ എന്താണ്? റെയിനി സീസൺ നോക്കൂ, മഴക്കാലത്ത് എന്താണ്? റിവേഴ്സ് ഫ്ലോ, ഓവർഫ്ലോ അല്ലേ, പുഴകൾ നിറഞ്ഞൊഴുകുന്നു. പിന്നെന്താണ്? ഇലകളൊക്കെ നല്ല പൂത്ത് നിൽക്കുക അല്ലേ, എന്താണ്? ഇലകൾ എന്താണ്? പച്ചപ്പൊക്കെ നിറഞ്ഞ ടൈമാണ് അല്ലേ റെയിനി സീസൺ. ദെൻ വിന്റർ സീസൺ, സ്നോ ഫാൾ ഇൻ ഏരിയാസ് വിത്ത് എ ഹൈ ഓൾട്ടിറ്റ്യൂഡ് അല്ലേ, ഉയർന്ന പ്രദേശങ്ങൾ എന്താണ്? മഞ്ഞുവീഴ്ച ഉണ്ടാവും അല്ലെ വിന്റർ സീസണിൽ അല്ലേ. Though different seasons are experienced in this way in Kerala, they are experienced differently in other regions of the earth. These seasonal changes are caused by the revolution of the earth and the fluctuations of the solar energy received on the earth. With the seasonal changes, there are changes in the atmosphere and nature. കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ എന്താണ്? വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ എന്താണ്? കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് എന്ത് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ എന്താണ്? ഈ കാലങ്ങൾ വ്യത്യസ്തമായി അനുഭവപ്പെടുന്നത് അല്ലേ. ഭൂമിയുടെ റൊട്ടേഷനും ഭൂമിയിൽ ലഭിക്കുന്ന ഈ സൺലൈറ്റിന്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് എന്ത്? ഇത്തരത്തിലുള്ള സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നത്. ഈ സീസണൽ ചേഞ്ചിനനുസരിച്ച് എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിലും എന്താണ്? പ്രകൃതിയിലും ഒക്കെ എന്താക്കുന്നുണ്ട്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെ. നേച്ചറിലൊക്കെ എന്താണ്? മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എന്താ? കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും എർത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ എന്താണ്? ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. എർത്തിന്റെ റെവല്യൂഷൻ below based on the two main motions of the earth rotation and revolution. എന്താണ്? ഭൂമിയുടെ രണ്ട് പ്രധാന ചലനങ്ങളായ ഈ റൊട്ടേഷനും റെവല്യൂഷനും അടിസ്ഥാനമാക്കി ചുവടെ നൽകിയിരിക്കുന്ന ഈ ടേബിൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? റൊട്ടേഷൻ. പിന്നെ എന്ത് പറയാം നമുക്ക്? എർത്ത് റൊട്ടേറ്റ് ഫ്രം വെസ്റ്റ് ടു ദ ഈസ്റ്റ് അല്ലേ. പിന്നെന്താണ്? എർത്ത് ടേക്സ് 23 hours 56 minutes 4 seconds to complete one rotation. Okay, it is a day, one day. പിന്നെ റെവല്യൂഷൻ എന്താണ്? സീസൺ ഒക്കെ ചെയ്യുന്ന റെവല്യൂഷൻ കാരണമാണ് അല്ലേ. പിന്നെന്താ നമുക്ക് പറയാം? 365 1/4 ഡേയ്സ് ആണ് എർത്ത് റെവല്യൂഷൻ ചെയ്യുന്നത് ഇതാവുന്നത് അല്ലേ. ഇറ്റ് ടേക്സ് 365 1/4 ഡേയ്സ് ഫോർ ദ എർത്ത് ടു ഗോ അറൌണ്ട് ദ സൺ വൺസ്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് 1 year. ഓക്കെ. പിന്നെ സീസൺ ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ. പിന്നെന്താ? ഇതൊക്കെ തന്നെ. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ടീച്ചർ കാണിച്ചു തരാം. നോക്കൂ, എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇതാ കണ്ടോളൂ. കണ്ടോ? റൊട്ടേറ്റ് ചെയ്യാണ് കേട്ടോ അത്. റൊട്ടേഷനാണിത്, എർത്തിൻ്റെ റൊട്ടേഷൻ. ദെൻ അത് റെവല്യൂഷനാണ്. എർത്ത് സണ്ണിനെ റെവല്യൂറ്റ് ചെയ്യുന്നത്. അത് സ്വന്തം ഇമാജിനറി ആക്സിസിൽ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇത്. കണ്ടോ? അപ്പോൾ 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 day ആണ് കേട്ടോ. ഓക്കെ, 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് 1 day ആണ്. ദെൻ ഇനി എന്താണ്? ഈ എർത്ത് എന്താകുന്നുണ്ട്? സണ്ണിനെ റെവല്യൂഷൻ ചെയ്യുന്നുണ്ട്. ഒരു ഓർബിറ്റിലൂടെയാണ് അത് റെവല്യൂഷൻ ചെയ്യുന്നത്. അത് ഇവിടെ എത്തുമ്പോൾ 1 year ആവുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 year ആണ് കേട്ടോ. ഓക്കെ, കണ്ടോ? സണ്ണിനെ ഇങ്ങനെ എർത്ത് ഇങ്ങനെ വരം വെക്കുന്നത് കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഇതുവരെ അടുത്ത ഭാഗം എന്താക്കുകയാണ് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. ഇതുവരെ അടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ടീച്ചർ അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ എർത്ത് എങ്ങനെയാണ് സണ്ണിനെ റെവല്യൂഷൻ ചെയ്യുന്നതെന്നും നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലായില്ലേ. അപ്പോൾ ഇതുവരെ അടുത്ത ഭാഗമൊക്കെ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ദ വെദർ ദ ക്ലൈമറ്റ്. ഇത് എന്താ? സ്റ്റാൻഡേർഡ് 5 SS ആണ് കേട്ടോ, 10th ചാപ്റ്റർ.
ഓക്കെ, അതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. ദ വെദർ ആൻഡ് ദ ക്ലൈമറ്റ് ആണ് എടുക്കുന്നതാണ് നമ്മുടെ വെദറും ക്ലൈമറ്റും കേട്ടോ. അണ്ടർ-17 ക്രിക്കറ്റ് ഫൈനൽ മാച്ച് ക്യാൻസൽ ഡ്യൂ ടു റെയിൻ. എന്താണ് അണ്ടർ-17 ക്രിക്കറ്റിൽ മഴ മൂലം എന്താണ് ഫൈനൽ മത്സരം ഉപേക്ഷിച്ചു. കൊച്ചി, ദ അണ്ടർ-17 ക്രിക്കറ്റ് ഫൈനൽ മാച്ച് ഷെഡ്യൂൾഡ് യെസ്റ്റർഡേ വാസ് ക്യാൻസൽ ഡ്യൂ ടു അൺഎക്സ്പെക്ടഡ് ടൊറൻഷ്യൽ rains. Weather forecast says that it is likely to have strong wind and rain for the next 3 days. കൊച്ചിയിൽ എന്താണ് ഇന്നലെ നടത്താനിരുന്ന അണ്ടർ-17 ക്രിക്കറ്റ് ഫൈനൽ മത്സരം പെട്ടെന്നുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഉപേക്ഷിച്ചു. അടുത്ത 3 ദിവസത്തേക്ക് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നെന്താണ് ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട് അല്ലെ, അറിയിച്ചത് കാരണം. Then haven't you read this news? ഈ ന്യൂസ് വായിച്ചില്ലേ? എന്താണ് what was the situation that led to the cancellation of the cricket match? Sometimes these changes in the atmospheric condition occur due to changes in weather. അല്ലേ, എന്താ അവിടെ പറയുന്നത് നോക്ക്. ഈ ക്രിക്കറ്റ് മത്സരം ഉപേക്ഷിക്കാൻ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ്? ഈ അറ്റ്മോസ്ഫിയറിൽ ചിലപ്പോഴൊക്കെ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്? നമ്മുടെ ഈ ദിനാന്തരീക്ഷത്തെ എന്താണ് ഉണ്ടാവുന്ന മാറ്റം മൂലമാണ് അല്ലെ, ദിനാന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന മാറ്റം മൂലമാണ്. ഓക്കെ, വെദർ എന്താ നോക്കുക. വെദർ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് അറ്റ് എ സർട്ടൻ ടൈം ഇൻ ആൻ ഏരിയ. ഹ്യൂമിഡിറ്റി, ഹീറ്റ്, റെയിൻ, വിൻഡ്, ക്ലൗഡ്സ് എക്സെട്ര ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ് എ സർട്ടൻ ടൈം ഇൻഫ്ലുവൻസ് ദ വെദർ കണ്ടീഷൻ. എന്താ ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണിത് ഈ വെദർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനാണിത് വെദർ എന്ന് പറയുന്നത്. നിശ്ചിത സമയത്തെ അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി, ഹീറ്റ്, റെയിന്, പിന്നെന്താണ് ക്ലൗഡ്, വിൻഡ്, ഇതൊക്കെ എന്താ തുടങ്ങിയവയൊക്കെ എന്താണ് ഈ വെദറിനെ സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ദെൻ അടുത്ത ക്ലൈമറ്റ് എന്താ നോക്കുക. ക്ലൈമറ്റ് ഈസ് ദ ആവറേജ് ഡെയിലി വെദർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ആൻ ഏരിയ ഓവർ എ ലോങ് പീരീഡ്. എന്താണ് ഒരു ലോങ് പീരീഡ് ആയിട്ട് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ഒരു എന്താണ് വെദറാണ് എന്ത് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. കുറേ കാലത്തേക്ക് അതൊന്നുണ്ടാവും. ഓക്കെ, അതിനാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. മറ്റേതാണെങ്കിൽ എന്താണ് ഒരു നിശ്ചിത സമയത്തിലുണ്ടാവുന്ന ഒരു ഇതിനാണ് എന്ത് വെദർ എന്ന് പറയുക. ഓക്കെ ഓക്കെ നോക്കൂ. ഹീറ്റ് റൈസസ് അലേർട്ട് ഇൻ ദ സ്റ്റേറ്റ് അല്ലെ, ഹീറ്റ് റൈസസ് അലേർട്ട് ഇൻ ദ സ്റ്റേറ്റ്. ചൂട് കനക്കുന്ന സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. സ്നോ ഫാൾസ് അഗെയിൻ ഇൻ ഹിമാചൽ, ഹോളിഡേസ് ഫോർ സ്കൂൾ അല്ലെ. ഹിമാചലിൽ വീണ്ടും മഞ്ഞുവീഴ്ച, സ്കൂളുകൾക്ക് അവധി. ഹെവി റെയിൻ, ഓറഞ്ച് അലേർട്ട് ഇൻ 5 ഡിസ്ട്രിക്ട്. കനത്ത മഴ 5 ജില്ലകളിൽ എന്താണ് ഓറഞ്ച് അലേർട്ട് അല്ലേ. സ്ട്രോങ് വിൻഡ്സ് ലൈക്ലി, ഫിഷർമെൻ വാൺ അഗേൻസ്റ്റ് വെഞ്ചറിങ് ഇൻ ടു സീ. ശക്തമായ കാറ്റിന് സാധ്യത ഉണ്ട്, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നതാണ് മുന്നറിയിപ്പുണ്ട് അല്ലേ. ഓക്കെ, ഹൗ ഹെൽപ്ഫുൾ ആർ ദ ആക്യുറേറ്റ് ആൻഡ് സയന്റിഫിക് ഡെയിലി വെദർ വാർണിംഗ് ഇൻ ഡെയിലി ലൈഫ്. ഡിസ്കസ്. എന്താണ് കൃത്യവും ശാസ്ത്രീയവുമായ ഈ വെദർ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകമാണെന്ന് ചർച്ച ചെയ്യുക അല്ലെ. ഈ അതുപോലെ എന്താണ് ഈ ഫിഷർമാനൊക്കെ കടലിലേക്കൊക്കെ പോയാൽ എന്താണ് അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഈ വെദർ കാലാവസ്ഥ എന്താണ് ഈ കാലാവസ്ഥേൻ്റെ ഈ പ്രവചനം നമുക്ക് എന്താണ് ഏറെ ഹെൽപ്ഫുൾ ആണ് അല്ലേ. ക്ലൈമറ്റ് ആൻഡ് ദ ലൈഫ് ഓഫ് പീപ്പിൾ. ഇത് നോക്കുക, കാലാവസ്ഥയും ജനജീവിതവും. ബസ്സസ്, ലോറീസ് ആൻഡ് കാർസ് സ്റ്റാർട്ട് റണ്ണിങ് ഓൺ ദ heart of the frozen lakes. Every corner bustles with winter sports such as skiing and skating. The roads are covered with snow most of the year, making it very difficult and expensive to keep them safe and beautiful. Kaya said, if you want to see the true beauty of Lati, you should visit during winter. The ground will be covered with a white snow and all the trees will stay like a tassel made of white paper. How eager the children are to play in the snow. Night time lasts for 6 months, then with daylight for an hour or 2 to the month maximum. The snow white landscape and the light of the sky together create the effect of the മൂൺലൈറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കൂ, ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. എന്താണ് അവിടെ ഐസും കട്ടയായി കിടക്കുകയാണല്ലോ ആ തടാകങ്ങളൊക്കെ അല്ലേ, ലേക്കുകളൊക്കെ. അതിൻ്റെ മേൽക്കൂടെ എന്താണ് ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. പിന്നെന്താണ് സ്കീയിങ്, പിന്നെ സ്കേറ്റിങ് തുടങ്ങിയവ വിന്റർ സ്പോർട്സുകളുടെ
ബഹളങ്ങളായിരിക്കും ഓരോ കോർണറിലും. വർഷത്തിൽ അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് എന്താണ് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, പണച്ചെലവുണ്ട്. ലഹത്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ എന്താണ് ഈ സ്നോ സീസണിൽ വരണം എന്നാണ് കായോ പറഞ്ഞത് അല്ലേ. അന്ന് എന്താണ് നിലമെല്ലാം നല്ല മഞ്ഞിനാൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം എന്താ വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊള്ളുന്നുണ്ടാവും മഞ്ഞുകൊണ്ട് അല്ലേ. ഈ മഞ്ഞിലെന്താ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂർ ഉണ്ടാകും. നിലം നീളം എന്താണ് മൂടിക്കിടക്കുന്ന ഈ മഞ്ഞിന്റെ മഞ്ഞും അതുപോലെ ആകാശത്തിന്റെ വെളിച്ചവും കൂടി കലർന്ന് നേരിയൊരു നിലാവ് പരന്ന പോലെ തോന്നുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് എസ്.കെ. പൊറ്റക്കാടിന്റെ വരികളാണല്ലേ അതൊക്കെ. Haven't you read the note? You have read the part that mentions the life of the people in the snowy areas by famous traveler writer S.K. Pottekkatt in the book The പാതിര സൂര്യന്റെ നാട്ടിൽ. വാട്ട് ആർ ദ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് ഏരിയ? എന്താ അവിടെ പറയുന്നത്? ഈ കുറിപ്പ് വായിച്ചല്ലോ അല്ലെ. പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനായ S.K. പൊറ്റക്കാടിന്റെ പാതിര സൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞു മൂടിയ പ്രദേശത്തെ ജനജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ വായിച്ചത് അല്ലെ. ഇവിടെ എന്തൊക്കെയാ പ്രത്യേകത ഉള്ളത്? അവിടെ സ്കേയിങ്ങും ഒക്കെ ഉണ്ട്. പിന്നെന്താണ് അവിടെ ഒക്കെ മഞ്ഞ് മൂടി കൊടുക്കണല്ലേ. അതിന്റെ മേലെ കൂടെ ഐസ് കട്ടിയായിട്ട് എന്താണ് അതിന്റെ മേലെ കൂടെ ബസ്സും കാറും എല്ലാം ഓടി പോകും അല്ലേ. പിന്നെന്താണ് പിന്നെന്തൊക്കെയാ ഇവിടെ പറയുന്നത്? പിന്നെ ഈ മഞ്ഞുകാലത്താണ് അവിടേക്ക് വരേണ്ടത് അല്ലെ. അവിടുത്തെ നല്ല സീസൺ കാണണമെങ്കിൽ ആ മഞ്ഞുകാലത്ത് വരണം എന്നൊക്കെയാ പറയുന്നത്. ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ് സൺ. ഇനി എന്താണ് ഇവിടെ? പാതിര സൂര്യന്റെ നാട് അല്ലെ. നോർവേ ഇസ് എ കൺട്രി നോൺ ആസ് ദ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ. എന്താ ഈ പാതിര സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണിത് നോർവേ എന്ന് പറഞ്ഞത് അല്ലെ. നോർവേ ഇസ് എ കൺട്രി ആണ് നോൺ ആസ് ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ. ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്ന കൺട്രി ഏതാണ്? നോർവേ അല്ലെ. നോർവേ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ നോർത്തേൺ പാർട്ടിലാണ് എന്ത് നോർവേ സ്ഥിതി ചെയ്യുന്നത്. നോർത്തേൺ മോസ്റ്റ് റീജിയൻസ് ഓഫ് നോർവേ വിച്ച് ആർ കവേർഡ് വിത്ത് സ്നോ ഫോർ മോസ്റ്റ് ഓഫ് ദ ഇയർ എക്സ്പീരിയൻസ് 6 months ഓഫ് കണ്ടിന്യൂസ് ഡേ ആൻഡ് 6 months ഓഫ് കണ്ടിന്യൂസ് നൈറ്റ്. വർഷത്തിൽ എന്താണ് അധിക കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും നോർത്തുള്ള പ്രദേശങ്ങളിൽ എന്താണ് 6 മാസത്തോളം തുടർച്ചയായി പകലും 6 മാസത്തോളം തുടർച്ചയായി രാത്രിയുമാണെന്ത് ഉണ്ടാവുന്നത് അല്ലേ. ഓക്കെ, ദെൻ നോർത്ത് വെസ്റ്റേൺ റീജിയനിൽ അല്ലേ 6 months നൈറ്റും 6 months ഡേയും ആയിരിക്കും ഈ നോർവേയിൽ. ലൊക്കേറ്റ് നോർവേ ഓൺ ദ അറ്റ്ലസ്. നിങ്ങൾ എന്താണ് അറ്റ്ലസിൽ നോർവേ എവിടെയാണെന്നുള്ളത് സെർച്ച് ചെയ്യാം. ഇതാ നോർവേ കേട്ടോ. നോർവേതാ ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഇനി ഗ്ലോബിലാണെങ്കിൽ നോക്കിയേ, നമുക്ക് ഗ്ലോബിലാണിതാ ഇവിടെ. ഓക്കെ, മാപ്പിൽ അത് കേട്ടോ. അപ്പം ഗ്ലോബിൻ്റെ നേരെ മുകളിലായിട്ട് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? യൂറോപ്പിൻ്റെ ഒക്കെ ഇതിലല്ലേ. ഓക്കെ, ലെറ്റ് us see how life is organized in this sparsely populated snowy region. ജനവാസം കുറവുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. The people here wear airtight footwear made of the leather and clothes made of fur. It is a common sight to watch the local people called Inuits traveling on flat sledges pulled by domesticated dogs during the winter season, which lasts for 6 months. They do not leave their dwelling, which is called an igloo. The chief plant species here are ferns and moss, which survive extreme winter. The chief species of animals are whales, fish, snow owls, seals and polar bears. Hunting and fishing are the means of livelihood of the people. Sledge. Okay, തുകൽ കൊണ്ട് നിർമ്മിച്ചതും എന്താണ് ലെതർ കൊണ്ട് നിർമ്മിച്ചതും പിന്നെ എയർ ടൈറ്റ് അല്ലെ, എയർ ടൈറ്റ് ആയിട്ടുള്ള വായു കടക്കാത്തതുമായ ഫുഡ്വെയർ ആണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. പിന്നെ ഫർനോട് രോമനിർമ്മിതമായ വസ്ത്രങ്ങളാണ് എന്ത് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. എന്താണ് ലെതർ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും ചെരുപ്പുകളും അതുപോലെ എന്താണ് രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് എന്ത് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന
സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. കണ്ടോ, ഈ സ്ലഡ്ജ് നായകളാണ് വലിക്കുന്നത് അല്ലേ, ഈ സ്ലഡ്ജ്. എന്താണ് ഇവിടുത്തെ തദ്ദേശീയരായ ഇന്യൂട്ട് എന്ന് പറഞ്ഞ ഇന്യൂട്ട്, ലോക്കൽ പീപ്പിൾ കോൾഡ് ഇന്യൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് എന്താണ് സാധാരണ കാഴ്ചയാണ് അല്ലേ. 6 മാസത്തോളം നീളുന്ന ഈ കാലത്ത്, ഈ തണുപ്പ് കാലത്ത് എന്താണ് ഇവർ വാസസ്ഥലമായി ഇഗ്ലൂവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇഗ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഗ്ലൂ അവിടെ കണ്ടോ ഈ ചിത്രം, ഇതാണ് ഇഗ്ലൂ അല്ലെ. ഈ വീട് എന്താണ് മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീടാണ് അല്ലെ ഇഗ്ലൂ. ആ ഇഗ്ലൂവിൽ നിന്ന് എന്താണ് ഈ 6 മാസത്തോളം എന്താണ് അവർ പുറത്തിറങ്ങില്ല. ഈ അതിശൈത്യത്തെ അതിജീവിക്കുന്ന എന്താണ്, ഈ അതിശൈത്യത്തെ ജീവിക്കുന്ന എന്താണ് പന്നൽ, പിന്നെ എന്താണ് ഫേൺസ് ആൻഡ് മോസ്, എന്താണ് പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ അല്ലേ. അതുപോലെ അവിടെ തിമിംഗലം, മത്സ്യങ്ങൾ, പിന്നെ ഹിമമൂങ്ങ, പിന്നെന്താ സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് എന്ത് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം അവിടെ പറയുന്നത് അല്ലേ. ഹണ്ടിങ് ആൻഡ് ഫിഷിംഗ് ആണ് എന്താ അവിടുത്തെ ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. Then igloo, the Inuit or Eskimos are an indigenous people living in the polar region. Igloos are houses built by them with blocks of ice. എന്താ അവിടെ പറയുന്നത്, ഇഗ്ലു ഈ ധ്രുവ പ്രദേശങ്ങളിൽ എന്താണ് പോളാർ റീജിയൻസിൽ അധിവസിക്കുന്ന അവിടുത്തെ ജനവിഭാഗമാണ്, അവിടെ ജീവിക്കുന്ന ജനവിഭാഗമാണ് എന്ത് ഇന്യൂട്ട് അഥവാ മെക്സിമോൾ പറയുന്നത് അല്ലേ. എന്താണ് എസ്കിമോസ്. ഓക്കെ, എന്താണ് ഇന്യൂട്ടല് എസ്കിമോസ് എന്നാണ് അവർ പറയുന്നത്. അവിടെ ജീവിക്കുന്ന ആൾക്കാരെയാണ് എന്ത് എസ്കിമോസ് ഓർ ഇന്യൂട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് എന്ത് ഇഗ്ലു എന്ന് പറയുന്നത് അല്ലേ. ഇവർ മഞ്ഞുകട്ട കൊണ്ട് നിർമ്മിക്കുന്ന വീടാണ് എന്ത് ഇഗ്ലു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇഗ്ലു എന്താണെന്ന് മനസ്സിലായല്ലോ, അവരുടെ ഒരു മഞ്ഞുകട്ടലോട് നിർമ്മിക്കുന്ന വീടാണിത് ഇഗ്ലു. പ്രിപ്പയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ഡിജിറ്റൽ ആൽബം ഓൺ ദ ഫീച്ചർ ഓഫ് സ്നോ കവേർഡ് ഏരിയാസ് ആൻഡ് പ്രസന്റ് ടു ദ ക്ലാസ്. എന്താണ് നിങ്ങൾ മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങളുടെ അതേ സവിശേഷത കഴിഞ്ഞ് ഡിജിറ്റൽ ആൽബം ടീച്ചറുടെ സഹായത്തോടെ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ, നോക്കൂ ഈ ചിത്രം നോക്കിയേ. ഇതെന്താണ് ഡെസേർട്ട് ആണ് അല്ലേ. ട്രോപ്പിക്കൽ ഡെസേർട്ട് ആർ ലാൻഡ് മാസസ് വിത്ത് വെരി ഡിഫറെന്റ് ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഫ്രം ദ പോളാർ റീജിയൻ. ലാർജ് ഏരിയ ഓഫ് സാൻഡ് ആൻഡ് സാൻഡ് ഡ്യൂൺസ് ആർ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് റീജിയൻ. ഹിയർ ദ ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ ഡ്യൂറിംഗ് ദ ഡേ ആൻഡ് at night at the temperature is very low. These areas with very little rainfall experience high temperature, dry winds and water scarcity. These areas are less populated. Climate adapted lifestyles exist in tropical desert. Continuous drought and sandstorms are the other characteristic of desert. Desertന്റെ characteristic എന്തൊക്കെയാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്രൗട്ടും സാൻഡ്സ്റ്റോംസ് ഒക്കെ അല്ലേ. Then loose clothing and headdress that covers the face are characteristic of desert dwellers. Using camels for carrying goods and transportation is a common sight in desert. അപ്പോൾ ഇതുവരെ നമ്മൾ മഞ്ഞിൻ്റെതായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ഇനി എന്താ പറയുന്നത്, ഇനി നമ്മൾ പറയുന്നത് എന്താണ് ഡെസേർട്ട് ഇതാണ് അല്ലേ. എന്ത് ഡെസേർട്ടാണ് പറയുന്നത് അല്ലേ. എന്താ അവിടെ പറയുന്നത്, ഈ പോളാർ റീജിയനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ളൊരു വിഭാഗമാണെന്ത് ഈ ട്രോപ്പിക്കൽ ഡെസേർട്ട് എന്ന് പറയുന്നത് കേട്ടോ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കുന്നുകളും ഇവിടുത്തെ പ്രത്യേകതയാണ് അല്ലേ. ഇവിടെ പകൽ എന്താണ് ഹീറ്റ് ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ, രാത്രിയോ ഹീറ്റ് വളരെ കുറവായിരിക്കും അല്ലേ. ടെമ്പറേച്ചർ അവിടെ പകലാണെങ്കിൽ ഹൈ ആയിരിക്കും, നൈറ്റിലാണെങ്കിലോ ടെമ്പറേച്ചർ ലോ ആയിരിക്കും അല്ലേ. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന ടെമ്പറേച്ചറും വരണ്ട കാറ്റും പിന്നെ വെള്ളമില്ലായ്മയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ എന്താണ് ജനവാസം തീരെ കുറവാണ് അല്ലേ. അപ്പോൾ തണുപ്പ് കാലത്താണെങ്കിൽ അവിടെയും കുറവാണ്, ഈ ചൂടുള്ള ഏരിയയിലാണെങ്കിൽ അവിടെയും കുറവ് അല്ലേ. ഈ ചൂടുള്ള ഈ മരുഭൂമികളിൽ എന്താണ് കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. അപ്പോൾ തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ് അല്ലേ. ഈ ഡെസേർട്ടിൻ്റെ വേറൊരു സവിശേഷത പറഞ്ഞാൽ വരൾച്ചയും മണൽക്കാറ്റും ഒക്കെ എന്താണ് മരുഭൂമിയിൽ ഉണ്ടാകുന്ന സവിശേഷതയാണ് അല്ലേ. അവിടുത്തെ ഡ്രസ്സ് എങ്ങനെയാണ്, മറ്റേടത്ത് എന്താണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പും പിന്നെ ഈ രോമങ്ങളെ കൊണ്ടുള്ള വസ്ത്രവും ഒക്കെ ആയിരുന്നു അല്ലേ. ഇവിടെ ആണെങ്കിൽ അയഞ്ഞ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ ഡെസേർട്ടിൽ എന്താണ് അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ ഒരു വസ്ത്രധാരണത്തിന്റെ പ്രത്യേകതകളാണ് അല്ലേ. സഞ്ചാരത്തിനും ചരക്കു നീക്കത്തിനും എന്താണ് അവർ എന്തിനെ ആശ്രയിക്കുന്നത്, ഒട്ടകത്തെയാണ് ഉപയോഗിക്കുന്നത്. മരുഭൂമിയിലെ സാധാരണ കാഴ്ചയാണെന്ത് ഈ ഒട്ടകത്തിനെയും
സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒക്കെ ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമികളിലെ സാധാരണ കാഴ്ചയാണ്. ഓക്കെ, ക്യാമലിന് ഉപയോഗിക്കുന്നില്ല. യൂസിങ് ക്യാമൽസ് ഫോർ ക്യാരിങ് ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇസ് എ കോമൺ സൈറ്റ് ഇൻ ഡെസേർട്ട്. ഓക്കെ, കംപ്ലീറ്റ് ദ ചാർട്ട് ബൈ റൈറ്റിംഗ് ഡൗൺ ദ അതർ ഫീച്ചേഴ്സ് ഓഫ് ഡെസേർട്ട് റീജിയൻ. ഡെസേർട്ട് റീജിയന്റെ സവിശേഷതകൾ എഴുതാനാണ്, പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഡെസേർട്ട് ലെസ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്, ഹൈ ടെമ്പറേച്ചർ അറ്റ് ഡേ അല്ലേ, അതൊന്ന് എഴുതാം. ഹൈ ടെമ്പറേച്ചർ അറ്റ് ഡേ എന്ന് ഇത്, ഇവിടെ ലെസ് ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. ഇനി എന്താ വരുന്നത്, വൈഡ് സാൻഡി ഏരിയാസ്, പിന്നെ ടെമ്പറേച്ചർ ഇസ് വെരി ഹൈ ഡ്യൂറിങ് ദ ഡേ ടൈം അല്ലേ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് കണ്ടുപിടിച്ച് എഴുതുക കേട്ടോ. ദ റീജിയൻസ് വിത്ത് സച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഹാവ് ഡിഫറെൻറ്റ് വേ ഓഫ് ലൈഫ് adapted to the climate. We have discussed how the physical diversity of polar regions and desert region affect the lives of the people there. Agriculture, occupation, food, clothing, house construction, celebrations, etc. of a region are all shaped according to the climate of that place. However, studies show that unscientific human interventions cause changes in the natural environment. As a result, there are significant changes in the climate around the world today. എന്താ അവിടെ പറയുന്നത് നോക്കൂ, എന്താണ് ഇത്തരം പ്രത്യേകതയുള്ള പ്രദേശങ്ങളിൽ എന്താണ് ഈ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണ് ഇവിടെ ഉള്ളത് അല്ലേ. പോളാർ റീജിയനിലും അതുപോലെ ഡെസേർട്ടിലും എന്താണ് അവിടുത്തെ ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, അതുപോലെ വീട് നിർമ്മാണം, അവിടെ ഇഗ്ലു ആണ് അല്ലേ, ഇവിടെ പോളാർ റീജിയനിലെ തണുപ്പുള്ള പ്രദേശത്ത് അല്ലേ, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം എന്താണ് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ എന്താണ് സ്വാഭാവിക പരിസ്ഥിതി മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് എന്താണ് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ട് അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് എന്താ നോക്കാം നമുക്ക്. ഐ കം ഫ്രം കെന്യ, where 20 crore people are suffering from the adverse effect of climate change. There is severe drought and we have not had rain for 2 years. Scientists predict that it will be the same in the third year also. We don't get sufficient rain. Without rain, all the rivers have dried up and heat waves are sweeping through the land. Please open your hearts. All our crops have dried up. Animals and humans are dying. If this continues, half of us will have been wiped out of 2025. The decision in this conclave will be decisive in bringing back rains. Decide whether our friends, the children, will get food and water. Please open your hearts. പ്ലീസ് ഓപ്പൺ യുവർ ഹാർട്ട്സ്. ധാരാളം പറയുന്നത് ഇവർ പറയുകയാണ് അല്ലേ. എന്താ പറയുന്നത്, ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥ മാറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ് അല്ലേ. കൊടും വരൾച്ചയാണ് അവിടെ കെനിയയിൽ അല്ലേ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട് 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, അതുപോലെ എന്താണ് ഈ ഭയങ്കര ചൂടുകാറ്റൊക്കെ വീശി അടിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025 ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും. ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ, ദയവായി നിങ്ങൾ ഹൃദയം ഒന്ന് തുറക്കൂ എന്നാണ് ഇവർ പറയുന്നത് അല്ലേ, കെനിയക്കാരി പറയുന്നത്. ഓക്കെ, യു ഹാവ് റീഡ് എ പ്ലീ ടു വേൾഡ് ലീഡേഴ്സ് ഓഫ് എലിസബത്ത് Watuti, a school girl from Kenya, at the United Nations Climate Conference in Glasgow on 31st October 2021. Climate change is one of the most complex issues that is faced by the world today and the generations to come. An important factor influencing the climate of a region is the atmospheric condition of that region. Fluctuations in atmospheric temperature lead to climate change. Climate change is a slow process on Earth. Even slight changes in climate have a significant impact on nature. How can we detect climate change? എന്താ ഇവിടെ പറയുന്നത്, 2021 ഒക്ടോബർ 31 ഇന്റർനാഷണൽ യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് കോൺഫറൻസിൽ എന്താണ് വെച്ച് കെനിയയിൽ നിന്നുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വാത്ഷി ലോക നേതാക്കളോട് നടത്തിയ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇപ്പോൾ വായിച്ചത്. ഇന്ന് ലോകം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതും വരും തലമുറ അഭിമുഖീകരിക്കാൻ പോകുന്നതുമായ ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണെന്ത്, ഈ കാലാവസ്ഥാ വ്യതിയാനം അല്ലെ, ക്ലൈമറ്റ് ചേഞ്ച്.
ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണെന്ത്? ആ പ്രദേശത്തിന്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. അന്തരീക്ഷത്തിന്റെ ഈ അറ്റ്മോസ്ഫിയറിന്റെ ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് എന്ത്? ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണമാവുന്നത് അല്ലെ. ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ് റീജിയൻ ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഓഫ് ദാറ്റ് റീജിയൻ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? അന്തരീക്ഷത്തിന്റെ ഈ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് എന്ത്? ഈ കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത് അല്ലെ. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിൽ എന്താണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ പോലും എന്താണ് പ്രകൃതിയെ സാരമായി ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ലോക പരിസ്ഥിതി അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഹൗ ക്യാൻ വി ഡിറ്റക്ട് ദ ക്ലൈമറ്റ് ചേഞ്ച്? എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിവൺ ബിലോ ആർ സം ഫീച്ചേഴ്സ് ഫ്രം ദ എക്സിബിഷൻ കണ്ടക്ടഡ് അറ്റ് അനുസ് സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് എൻവയോൺമെന്റ് ഡേ. വേൾഡ് എൻവയോൺമെന്റ് ഡേന്റെ അന്ന് അനുവിന്റെ സ്കൂളിൽ നടത്തിയ ചിത്ര പ്രദർശനത്തിലെ ചില ചിത്രങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നോക്കൂ, കണ്ടോ ചിത്രങ്ങള്? ഇവിടെ എന്താണ് ഫ്ലഡ് ഒക്കെ ഉണ്ട് അല്ലേ. Observe the picture. Natural calamities occurring on Earth due to climate change are given in the pictures. What are they? ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണിത് ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് ഏതൊക്കെയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണിത്? ഫ്ലഡ് വരുന്നുണ്ട്, പിന്നെന്താണ് ഈ ഡ്രൗട്ട് ഉണ്ട്, മെൽറ്റിംഗ് ഐസ് ഉണ്ട് അല്ലെ, അങ്ങനത്തൊക്കെ ഉണ്ട് അല്ലെ. നോക്കൂ ഇവിടെ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. ലെറ്റ്സ് ചെക്ക് ദ സൈഡ് എഫക്ട് ഓഫ് ദ ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെ. ക്ലൈമറ്റ് ചേഞ്ച് സൈഡ് എഫക്റ്റുകളാണ് ഇത് വരുന്നത് അല്ലെ. എന്തൊക്കെ കാലാവസ്ഥ വ്യതിയാനം, അതിന്റെ സൈഡ് എഫക്ട് ഏതൊക്കെയാണ്? റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ അല്ലെ. ഈ ഗ്ലോബൽ ടെമ്പറേച്ചർ എന്താ ഉയരുന്നു. പിന്നെന്താണ്? ദ റൈസ് ഓഫ് സീ ലെവൽ ആൻഡ് ദി സുനാമി ഡിസാസ്റ്റർ. പിന്നെന്താണ്? ഈ സുനാമി ദുരന്തങ്ങളുണ്ട്. പിന്നെ സമുദ്രനിരപ്പിലെ ഉയർച്ച ഉണ്ട് അല്ലെ. പിന്നെ റെയിൻഫാൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് റെയിൻഫാൾ. കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും. പിന്നെ ഡ്രൗട്ട് വരൾച്ച. പിന്നെ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസിലുള്ള മഞ്ഞുരുകുന്നത് അല്ലെ. അവിടുത്തെ ധ്രുവപ്രദേശങ്ങളിൽ എന്താണ് മെൽറ്റ് ചെയ്യുക അല്ലെ, മഞ്ഞുരുകുകയാണ് അല്ലെ. അൺകൺട്രോൾഡ് യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ആൻഡ് അൺസയന്റിഫിക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എഫക്ട് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ദ എർത്ത് അഡ്വേഴ്സ്ലി. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ എന്താണ് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെ. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കിയേ. നമുക്ക് പുക അല്ലെ, വണ്ടികളുടെ പുകയാണ് അല്ലെ. പിന്നെ ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കിയേ. മരം മുറിക്കുന്നത്, പിന്നെന്താ വേസ്റ്റ് കത്തിക്കുക, ഈ ഇൻഡസ്ട്രിയിലുള്ള പുക അല്ലെ. പിന്നെ വിഷമടിക്കുക. ഈ വിഷമടിക്കുക പറഞ്ഞാൽ ജീവികളെ കൊല്ലുന്നവയിലാണ് അല്ലെ. കാർഷിക മേഖലയിലാണത് അല്ലെ. നോക്കൂ. മെനി അൺസയന്റിഫിക് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കോസ് ക്ലൈമറ്റ് ചേഞ്ച്. ഐഡന്റിഫൈ ദം ഫ്രം ദ പിക്ചർ ആൻഡ് നോട്ട് ഡൗൺ. എന്താ ഇവിടെ പറയുന്നത്? മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും എന്താണ് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട് അല്ലെ. അവ ഏതെല്ലാം ഒന്ന് ചിത്രത്തിൽ ഒന്ന് കണ്ടെത്തി എഴുതാനാ. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾ. വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ. പിന്നെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, ഇതൊക്കെ വരുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു, അതൊക്കെ എഴുതുക കേട്ടോ. ക്ലൈമറ്റ് ചേഞ്ച് എഫക്ട് ഓൾ ലിവിങ് തിങ്സ് ഓൺ ദ എർത്ത് ഇൻ മെനി വേസ്. ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ വ്യതിയാനം എന്താണ്? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഇറ്റ് ഓൾസോ കോസസ് എക്സ്റ്റിൻഷൻ ഓഫ് മെനി സ്പീഷീസ്. ഈവൻ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ ഓഫൺ കോസ്ഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ്? പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നു. പലപ്പോഴും എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. പ്രിപ്പയർ എ വാൾ മാഗസിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ഓൺ ദ സ്പീഷീസ് ദാറ്റ് ഫേസ് ദ ത്രെറ്റ് ഓഫ് എക്സ്റ്റിൻഷൻ. എന്താണ് ഇവിടെ പറയുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിന് കാരണം വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾ ചിത്രങ്ങൾ വിവരങ്ങളൊക്കെ ശേഖരിക്കാനാണ് ഇവിടെ പറയുന്നത്. ദ ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് ബീൻ ഡിവൈസിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് വേരിയസ് schemes to control the human activities that cause climate change and also to protect the environment. ഹരിത കേരളം മിഷൻ is an example to this. എന്താണ് പറയുന്നത്? ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അതുപോലെ ഈ പരിസ്ഥിതി സംരക്ഷണത്തിനുമായി എന്താണ് കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിന് ഉദാഹരണമാണ് എന്ത്? ഹരിത കേരളം മിഷൻ. ഓക്കെ. അപ്പൊ എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്
അതുപോലെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്താണ് ഈ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് എന്താണ് കേരള സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അല്ലേ. ഇതിന് ഉദാഹരണം ഏതാണ്? ഹരിത കേരള മിഷൻ ആണ് അല്ലെ. നോക്കുക എന്താണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്? എന്താണ്? എ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ലേയിങ് എംഫസിസ് ഓൺ ദ ഏരിയാസ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, സാനിറ്റേഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഓർഗാനിക് അഗ്രികൾച്ചർ. ഹരിത കർമ്മ സേന, തുരുത്ത് എക്സെട്ര ആർ ദ നോട്ടബിൾ ആക്ഷൻ പ്രോഗ്രാംസ് ഓഫ് ഹരിത കേരള മിഷൻ. എന്താണ് പറയുന്നത്? മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്ത്? ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരള മിഷന്റെ ശ്രദ്ധേയമായ ഒരു കർമ്മ പരിപാടികളാണ് കേട്ടോ. ഇനി പ്രിപ്പയർ പോസ്റ്റേഴ്സ് ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് among people and display them in the class. Don't litter, don't burn. അല്ലേ? എന്താണ് ഇവിടെ പറഞ്ഞത്? കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച്, ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സഹായമായ പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Then the beautiful earth that we live in and its resources belong to future generations. 2. So we are bound to use the natural resources available to us today with care. By living in harmony with nature, we can fight together against the great menace of climate change. It is the duty of each one of us to ensure the conservation of nature to mitigate climate change. Actions for environmental protection can start from our surroundings. എന്താണ്? നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ പ്രകൃതി വിഭവങ്ങൾ, ഈ നാച്ചുറൽ റിസോഴ്സസ് കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഈ നേച്ചറുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് എന്താണ് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് എന്താക്കാം? ഒന്നിച്ചു പോരാടാം. ഈ ക്ലൈമറ്റ് ചേഞ്ച് ലഘൂകരിക്കുന്നതിനായിട്ട് എന്താണ് നമുക്ക് ഈ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അല്ലെ. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്താണ്? നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം what environmental actions can you take to mitigate climate change? Post your suggestions on the bulletin board in your class. എന്താണ് പറഞ്ഞത്? ക്ലൈമറ്റ് ചേഞ്ച് ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഈ എൻവയോൺമെന്റൽ ആക്ഷൻസ് എന്തെല്ലാം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിലെ ഈ ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സജഷൻ: റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഒന്നെന്താണ് നമുക്ക് എയർ പൊല്യൂഷൻ എന്താണ് കുറയ്ക്കുക. പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം തടയുക. റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക. ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസർ, എന്താണ് ഓർഗാനിക് ഫെർട്ടിലൈസറിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കുക. പിന്നെ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾ എന്താണ് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള നിങ്ങളെ ചാപ്റ്റർ നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.